فما كان دعواهم إذ جاءهم بأسنا إلا أن قالوا إنا كنا ظالمين فلنسألن الذين أرسل إليهم ولنسألن المرسلين فلنقصن عليهم بعلم وما كنا غائبين والوزن يومئذ الحق فمن ثقلت موازينه فأولئك هم المفلحون ومن خفت موازينه فأولئك الذين خسروا أنفسهم بما كانوا بآياتنا يظلمون ولقد مكناكم في الأرض وجعلنا لكم فيها معايش قليلا ما تشكرون ولقد خلقناكم ثم صورناكم ثم قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس لم يكن من الساجدين قال ما منعك ألا تسجد إذ أمرتك قال أنا خير منه خلقتني من نار وخلقته من طين قال أنا خير منه خلقتني من نار وخلقته من طين قال فاهبط منها فما يكون لك أن تتكبر فيها فاخرج إنك من الصاغرين قال أنظرني إلى يوم يبعثون قال إنك من المنظرين قال فبما أغويتني لأقعدن لهم صراطك المستقيم ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين قال اخرج منها مذءوما مدحورا لمن تبعك منهم لأملأن جهنم منكم أجمعين صدق الله. سورة الأعراف
മക്കയിൽ അവതരിക്കപ്പെട്ടതാണ് ഈ സൂറത്ത്. അഅറാഫ് എന്നതിന്റെ അർത്ഥം ഒരു പ്രത്യേകമായ സ്ഥലം സ്വർഗനരകങ്ങൾക്കിടയിലുണ്ട് എന്ന് അള്ളാഹു പറയുന്നു. അവിടെ കുറെ പുരുഷന്മാർ, അതായത് പുരുഷന്മാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് കുറെ ആളുകൾ നന്മതിന്മകൾക്കിടയിൽ സമമായി നിൽക്കപ്പെട്ട ആളുകൾ എന്ന അഭിപ്രായമുണ്ട്. അതല്ല, വളരെ നേരത്തെ മരിച്ചുപോയിട്ടുള്ള സത്യനിഷേധികളായ ആളുകളുടെ കുഞ്ഞുമക്കൾ എന്ന അഭിപ്രായമുണ്ട്. ഏതായാലും സ്വർഗത്തിലേക്കും നരകത്തിലേക്കും രണ്ട് രീതിയിലേക്കും പോകാൻ കഴിയാത്ത, സ്വർഗത്തിലേക്കെത്താൻ കഴിയുന്ന വിധം നന്മ പൂർണ്ണമാകാതിരിക്കുകയും എന്നാൽ നരകപ്രവേശനത്തിന് അർഹിക്കപ്പെടുന്ന വിധം തിന്മയിൽ ജീവിക്കാതിരിക്കുകയും ചെയ്ത ആളുകൾക്കുള്ളതാണ് അഅറാഫ്. വഫിൽ അഅറാഫി റിജാലുൻ എന്ന് ഖുർആൻ പറയുന്നു. അത്തരമൊരു സ്ഥലത്ത് നിൽക്കുന്നതിന്റെ അവസ്ഥയാണ് സൂറത്തുൽ അഅറാഫിലെ ഒരു പ്രതിപാദ്യ വിഷയം. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായി തോന്നുന്നത് നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ പോകാതെ ഈ അവസ്ഥയിൽ നിൽക്കുമ്പോഴുണ്ടാകുന്ന ഗതികേടാണ്, അല്ലെ? നരകം കാണുമ്പോഴൊക്കെ അവർ പേടിച്ചിട്ട് പറയത്രേ, അല്ലാഹുവേ നീ നരകത്തിലേക്ക് ഒരിക്കലും ഇടരുത്. സ്വർഗം കാണുമ്പോൾ അവർ വല്ലാതെ ആഗ്രഹിച്ചു പോകും, പടച്ചവനെ എന്തെങ്കിലും കുറച്ചുകൂടി ചെയ്തിരുന്നുവെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കാമായിരുന്നു. ഈ രണ്ടിന്റെയും മധ്യ നിൽക്കുന്നവരാണവർ. അങ്ങനൊരു വിഭാഗത്തെ പരിചയപ്പെടുത്തുന്നതോടൊപ്പം തന്നെ സ്വർഗനരകങ്ങളുടെയും അതോടൊപ്പം തന്നെ ആഖിറത്തിന്റെ കഥ പറഞ്ഞു തരികയാണ് സൂറത്തുൽ അഅറാഫ്. നമുക്ക് ഓതല്ലേ? അലിഫ് ലാം മീം സ്വാദ്, അലിഫ് ലാം മീം സ്വാദ്. ഈ ഇങ്ങനെയുള്ള പ്രയോഗങ്ങളുടെ അർത്ഥം കൃത്യമായി നിർവചിക്കാൻ കഴിയാത്തതാണ്. എന്താണ് അലിഫ് ലാം മീം? അവിടെയൊക്കെ മിക്കവാറും മഹാന്മാരായ മുഫസ്സിറുകൾ വിശദീകരിക്കാറുള്ളത് അല്ലാഹു അഅലം ബി മുറാദിഹി എന്നാണ്. ഇത് പടച്ചവനെ അതിന്റെ ഉദ്ദേശം അറിയും. അതായത് അള്ളാഹു ചിലത് ഇങ്ങനെ ഗോപ്യമാക്കി വച്ചിട്ടുണ്ട്, അത് തുറക്കാനാവാത്തതാണ്. ചില പാസ്വേഡുകൾ പോലെയാണത്, ചില പാസ്വേഡുകൾ പോലെയാണത്. അതായത് കൃത്യമായി അതിനെ തുറക്കാൻ അള്ളാഹു നമുക്ക് വിവരം തന്നിട്ടില്ല. പക്ഷെ ചില വ്യാഖ്യാനങ്ങൾ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു മുഹമ്മദ് ജിബ്രീൽ അലിഫ് ലാം മീം എന്നതിന് അങ്ങനെ വ്യാഖ്യാനം നൽകുന്നുണ്ട്. അതായത് അള്ളാഹുവിൽ നിന്ന് അലിഫ് ലാം മീം, ജിബ്രീലിലൂടെ മീം മുഹമ്മദിലേക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അലിഫ് ലാം മീം. അതുപോലെ തന്നെ അലിഫ് ലാം മീം സ്വാദ്, ഇവിടെ അലിഫ് ലാം മീം സ്വാദ്, അലിഫ് അള്ളാഹു, മീം മുഹമ്മദ്, സ്വാദ് അള്ളാഹു, അഅലമു വ അഫ്സലു എന്നൊക്കെ അഭിപ്രായം പറയുന്ന മുഫസ്സിരീങ്ങളുണ്ട്. അള്ളാഹു ആണ് കാര്യങ്ങളെ കൂടുതൽ വിശദീകരിക്കുന്നവനും കൂടുതൽ അറിയുന്നവനും അള്ളാഹുവാണ്. പക്ഷെ എന്താണ് എന്ന് കൃത്യമായി ഈ വാക്കുകളെക്കുറിച്ച് ആരും തന്നെ ഉറച്ചഭിപ്രായം പറയുന്നില്ല. ചില സൂചനകളെ തരുന്നുള്ളൂ. അലിഫ് ലാം മീം സ്വാദ്, അലിഫ് ലാം മീം. ഞാൻ പറഞ്ഞ പോലെ അലിഫ് അള്ളാഹുവിനെ പ്രതിനിധീകരിക്കുന്നതാവും, ലാമ് ജിബ്രീലിന്റെ അവസാനത്തെ ലാമാകും, മീം മുഹമ്മദിന്റെ ഒന്നാമത്തെ മീമാവാം. അപ്പോ അള്ളാഹുവിൽ നിന്ന് ജിബ്രീലിലൂടെ മുഹമ്മദ് നബിയിലേക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന പരിശുദ്ധമായ സന്ദേശമാകുന്ന ഖുർആനിന്റെ ആദ്യത്തെ തുടക്കത്തിന്റെ പാസ്വേഡാണ് ഏത്? അലിഫ് ലാം മീം, അലിഫ് ലാം മീം. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അവിടെ അല്ലാഹു അങ്ങനെ വച്ചു. ഹാമീം. എല്ലായിടത്തും അങ്ങനെ ഓരോ സൂറത്തിലും അതാത് സ്ഥലങ്ങളിൽ അല്ലാഹു അങ്ങനെ ചിലത് വച്ചിട്ടുണ്ട്. പക്ഷേ അതെന്താണെന്ന് കൃത്യമായി പറയാൻ സാധിക്കൂല. കിതാബുൻ ഉൻസില ഇലൈക ഫലാ യകുൻ ഫീ സദ്രിക ഹറജുൻ മിൻ ലിതുൻദിറ ബിഹി വദിക്റാ ലിൽ മുഅ്മിനീൻ. കിതാബുൻ ഉൻസില ഇലൈക, ഈ വേദഗ്രന്ഥം അങ്ങേക്ക് അവതരിപ്പിക്കപ്പെട്ടു തന്നതാണ്. ഫലാ യകുൻ ഫീ സദ്രിക ഹറജുൻ മിൻ, ഇതിന്റെ പേരിൽ അങ്ങയുടെ ഹൃദയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകേണ്ടതില്ല. നബിയുടെ പ്രത്യേകത, സൂറത്തുകൾ ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് തന്നെ
നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിങ്ങനെ പഠിക്കാനുള്ള വല്ലാത്തൊരു വ്യഗ്രത കാണിക്കുമായിരുന്നു. അപ്പോഴാണ് ഖുർആൻ പറഞ്ഞത്, നബിയെ അങ്ങനെ ചുണ്ടു ചലിപ്പിക്കൊന്നും വേണ്ട, ഞാൻ എന്ത് ചെയ്തോളാം, ഞാനാണ് അങ്ങയെ പഠിപ്പിക്കാൻ ഏറ്റുള്ളത്, അങ്ങക്ക് മനഃപ്പാഠമാക്കി തരുന്ന കാര്യം ഞാൻ ഏറ്റെടുത്തു എന്നാണ് പരിശുദ്ധ ഖുർആൻ. ഇവിടെയും ഖുർആൻ പറയുന്നത് അതാണ്, ഹറജ് വേണ്ട, അങ്ങനെ ഒരു തിടുക്കമോ അല്ലെങ്കിൽ ഒരു പേടിയോ ആവശ്യമില്ല. ഇത് ഫലാ യകും ഫീ സദ്രിക ഹറജുൻ ലിതുൻദിറ ബിഹി, അങ്ങ് ഇതുകൊണ്ട് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി, വദിക്റാ ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്കുള്ള ഓർമ്മ, അവർക്കുള്ള വഅള്, അവർക്കുള്ള സ്മരണയാകാൻ വേണ്ടി. രണ്ടു കാര്യത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അത്തരം ഒരു ചിന്തയുണ്ടായിരുന്നു എന്നതാണ്. അത് ഖുർആൻ ഇങ്ങനെ ഇടക്കിടക്ക് പറഞ്ഞ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആശ്വസിപ്പിക്കാൻ. എന്താ കാര്യം? നബി എപ്പോഴും സത്യത്തിന്റെ പാന്താവിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ പിന്നാലെ നടക്കുകയും ചെയ്തു. അവർ എത്ര പീഡനങ്ങൾ ഏൽപ്പിച്ചിട്ടും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് മാറാൻ തയ്യാറായി. അതുകൊണ്ടാണ് അവസാനം അബൂ താലിബ് ഇങ്ങനെ ചോദിക്കുന്നു, മോനെ ഇത് പറഞ്ഞു നടന്നിട്ട് അവസാനം നിന്നെ എല്ലാവരും കൂടി കൊല്ലാൻ പോകുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു, എന്റെ ആരോഗ്യം ക്ഷയിച്ചു, നിന്നെ സംരക്ഷിക്കാൻ എനിക്ക് സാധിക്കാത്തൊരവസ്ഥയിലേക്കും എത്തി, ഒന്ന് മാറി നീ തൽക്കാലം ഇതൊക്കെ മാറ്റിവെച്ചാൽ എനിക്കൊന്ന് സ്വസ്ഥമായി മരിക്കാമായിരുന്നു എന്നാണ് അബൂ താലിബ്. അപ്പോഴാണ് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞത്, മുത്താപ്പ ഈ കയ്യിൽ പിന്നെ സൂര്യനും ഈ കയ്യിൽ ചന്ദ്രനും വച്ചു തരുന്നൊരവസ്ഥയുണ്ടായാലും അള്ളാഹു പറഞ്ഞിട്ടുള്ള ഈ ദൗത്യത്തിൽ നിന്ന് മാറാൻ മുഹമ്മദ് തയ്യാറല്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് കയ്യിൽ സൂര്യചന്ദ്രാദികളെ തരിക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അത്രമേൽ വലിയ ഭീകരമാം വിധമുള്ള പീഡനങ്ങൾ ഏൽപ്പിക്കപ്പെട്ടാലും പുണ്യനബി തന്റെ ദൗത്യത്തിൽ നിന്ന് മാറാൻ തയ്യാറല്ല. ആണ് അധൈര്യമേ നിൻ കെടുമഞ്ഞു വീഴായിക അഹമ്മദിൻ സജ്ജരമായ നെഞ്ചിൽ. ചന്ദ്രാർക്കനെ തന്നെ വച്ചു തന്നാൽ പോലും മാറ്റില്ലവനി പ്രയത്നം എന്ന് വള്ളത്തോളും അങ്ങനെ തന്നെ പറയും. ചന്ദ്രനെയും അർക്കനെയും, അതായത് സൂര്യനെയും ചന്ദ്രനെയും വച്ചു തന്നാൽ പോലും മാറ്റില്ലവന് പ്രയത്നം, അവനീ പ്രയത്നം മാറ്റുന്നില്ല. ആ നെഞ്ചിലേക്ക് ഒരു ഭീരുത്വവും ഒരു അധൈര്യവും വരാൻ സാധ്യതയില്ലാത്ത വിധം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നന്മയുണ്ടാക്കാനും തിന്മയില്ലായ്മ ചെയ്യാനും വേണ്ടിയുള്ള പണിയെടുക്കുകയായിരുന്നു. ഒരു ജൂതന്റെ മയ്യത്ത് പോകുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹുവേ ഈ മനുഷ്യന് തൗഹീദ് എത്തിച്ചു കൊടുക്കാൻ മുഹമ്മദിന് സാധിച്ചുവോ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, ഒരു മനുഷ്യനെ നന്നാക്കുന്ന കാര്യത്തിലുണ്ടായിരുന്ന ഈ ഒരു വ്യഗ്രതയുണ്ട്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഒന്നാണിത്. അതായത് ഏതാളെയും അയാൾ നന്നാവണമെന്നല്ലാതെ അയാൾ മോശമായി പോയാൽ നമുക്കെന്ത് എന്ന് ചിന്തിക്കാൻ എന്ത് ചെയ്യില്ല, അള്ളാഹു അനുവദിക്കുന്നില്ല. അല്ലേ അഷ്റഫുൽ ഖൽഖ് പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ തന്റെ സഹോദരനെ ഉപദേശിച്ചു, പക്ഷേ ഉപദേശം കേൾക്കുമ്പോഴൊക്കെ അയാൾ നീ നിന്റെ പണി നോക്ക്, ഞാൻ എന്റെ പടച്ചോനുമായി തീരുമാനിച്ചോളാം കാര്യം എന്നിങ്ങനെ പറയാൻ തുടങ്ങി. ഖല്ലിനി വ റബ്ബി, എന്റെ രക്ഷിതാവിന്റെ കാര്യവും ഞാനും തമ്മിലുള്ളതാണ്, അത് ഞങ്ങൾ തമ്മിൽ നോക്കിക്കോളാം, നീ അതിൽ ഇടപെടേണ്ടതില്ല എന്ന് പറഞ്ഞു. ഇയാൾ വീണ്ടും വീണ്ടും ദോഷം ചെയ്തുകൊണ്ടേയിരുന്നു. അവസാനം ഈ ഉപദേശിയായ മനുഷ്യൻ അവസാനം ഇങ്ങനെ പറഞ്ഞുപോയി, നീ നന്നാവൂലാടാ, നീ നന്നാവൂല. അഷ്റഫുൽ ഖൽഖ് പറയുന്നു, തൂക്കം നോക്കുന്ന വിചാരണയുടെ ദിവസം രണ്ടുപേരെയും കൊണ്ടുവരപ്പെടും. രണ്ടുപേരും വന്നു നിൽക്കുമ്പോ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നീ നന്നാവൂല എന്ന് പറഞ്ഞ അയാളോട് ചോദിക്കും, അല്ല അങ്ങനെ പറയാൻ മാത്രം എന്ത് അധികാരാ നിനക്ക് ഞാൻ തന്നത്? നമ്മളൊക്കെ അറിയാതെ ചിന്തിച്ചുകൊണ്ടൊരു കാര്യമാണ്, നമ്മളൊക്കെ അത്യാവശ്യം കൊള്ളാന്ന് ആണോ? സുബ്ഹാനല്ലാഹ്, നീ നന്നാവൂല എന്ന് പറഞ്ഞതിന്റെ പേരിൽ അള്ളാഹു അവന്റെ പരിശുദ്ധമായ മറ്റൊരു ഹിക്മത്ത് എടുത്തു. പുണ്യനബി പറയുന്നു, ആ മനുഷ്യൻ, അതായത് നീ നന്നാവൂല എന്ന് പറഞ്ഞ സഹോദരനെ നരകത്തിലേക്കും അതേസമയം തന്റെ തിന്മകൾ ഒരിക്കലും മാറ്റാതിരുന്ന മനുഷ്യനെ സ്വർഗത്തിലേക്കും വിട്ടിട്ടാണ് അള്ളാഹു ഇവിടെ അവനെ പാഠം പഠിപ്പിക്കുന്നതെന്ന് പുണ്യ റസൂൽ. അത് ഒരു ചെറിയ കിബറാണത്. അത് ഞാൻ അത്യാവശ്യം അത് കിബറാണ്. കിബർ എന്നതിനെ ഒരു അണുമണി തൂക്കം പോലും എവിടെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല.
മനുഷ്യന്റെ ഹൃദയത്തിൽ ഇഷ്ടപ്പെടുന്നില്ല. അതായത് നന്നായി എന്ന് തോന്നിയപ്പോ എന്താണ്? നന്നായി എന്ന് തോന്നിയാൽ അത് കിബ്റാണ്. നന്നായി എന്നല്ല, പടച്ചോനെ നന്നാക്കണേന്നാണ്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹ്ഹാബ്. റബ്ബനാ തമ്പുരാനെ, ലാ തുസിഗ് ഖുലൂബനാ പടച്ചവനെ ഞങ്ങളുടെ ഹൃദയത്തെ നീ മാറ്റരുതേ, ബഅദ ഇദ് ഹദൈതനാ ഞങ്ങൾക്ക് നീ വെളിച്ചം തന്നതിനു ശേഷം, നീ ഞങ്ങൾക്ക് ഹിദായത്ത് തന്നിട്ട് നീ ഒരിക്കലും ഞങ്ങളുടെ ഹൃദയത്തെ മാറ്റരുത്. വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ നിന്റെ ഭാഗത്ത് നിന്നുള്ള ഔദാര്യമാകണം നിന്റെ കാരുണ്യം. ഇത് പുണ്യനബിയുടെ ജീവിതത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിന്റെ പ്രത്യേകതയായിരുന്നു. നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്, തിന്മ കാണുമ്പോൾ എതിർക്കാതിരിക്കുന്നത് പോലും അള്ളാഹു തരുന്ന വലിയ ശിക്ഷയ്ക്ക് കാരണമാകും. അല്ലേ? തിന്മ കാണുമ്പോ വിശുദ്ധ ഖുർആൻ ഐലത്ത് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുടെ കഥ പറയുന്നുണ്ടല്ലോ. ഐലത്തുകാർ മീൻ പിടിക്കുന്നവരായിരുന്നു, ബനൂ ഇസ്രായേലിലെല്ലാം മീൻ പിടിക്കുന്നവർ. പക്ഷെ അവർ എല്ലാ ദിവസവും മീൻ പിടിച്ചപ്പോ അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ശനിയാഴ്ച മീൻ പിടിക്കാൻ പോകരുതെന്ന്. അതിൽ നിന്നാണ് സബത്ത് നാള്, ശാബത്ത് നാള് ഉണ്ടായത്. സബത്ത് എന്ന് തന്നെയാണ് അറബിയിലും ശനിയാഴ്ച ദിവസത്തിന് പറയാം. അത് അന്ന് ജൂതൻ അന്നത്തെ ദിവസത്തെ പ്രത്യേകമായി ആചരിക്കാൻ കാരണം ഇതാണ്. ഇതിന്റെ പ്രത്യേക കാരണം, അന്നത്തെ ദിവസം നിങ്ങൾ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല, നിങ്ങൾ പള്ളിയിലേക്ക് പോകണം എന്ന് അല്ലാഹു കൽപ്പിച്ചു. ആളുകൾ 3 വിഭാഗമായി തിരിഞ്ഞു എന്നാണ്. ഏറ്റവും കൂടുതൽ മത്സ്യം കിട്ടുന്ന ദിവസമായിരുന്നു അന്ന്. അതുകൊണ്ട് അന്ന് മത്സ്യബന്ധനത്തിന് പോയി ചിലരെങ്ങും പോയില്ല, അവർ നേരെ പള്ളിയിലേക്ക് തന്നെ പോയി. പക്ഷേ മത്സ്യബന്ധനത്തിന് പോവുകയും അള്ളാഹുവിനെ ധിക്കരിക്കുകയും ചെയ്ത ആളുകളുമായി ബന്ധപ്പെട്ട് യാതൊന്നും ചെയ്യാതെ നേരെ പള്ളിയിലേക്ക് പോയി. ഒരു വിഭാഗം അതല്ല ചെയ്തു, നേരെ മത്സ്യബന്ധനത്തിന് പോയ സഹോദരന്മാരുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, അല്ല ഇത് ശരിയല്ല കേട്ടോ, അള്ളാഹുവിന്റെ കൽപ്പനയെ പരസ്യമായി ധിക്കരിച്ചാൽ പടച്ച റബ്ബിന്റെ വലിയ അദാബുകൾ നിങ്ങൾക്ക് സംഭവിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും അള്ളാഹുവിന്റെ ആജ്ഞയെ അനുസരിക്കുന്നവരായി മാറണം എന്ന് ആര് പറഞ്ഞു? ഒരു വിഭാഗം ആളുകൾ. അപ്പൊ സമൂഹത്തിൽ 3 വിഭാഗം ആളുകൾ എല്ലാ കാലത്തും ഉണ്ട് അല്ലെ? എന്തിനോടൊരു നിസ്സംഗ സമീപനം കാണിക്കുകയും തന്റെ കാര്യം മാത്രം നോക്കി നടക്കുകയും ചെയ്യുന്ന ആളുകൾ എപ്പോഴും ഉണ്ടാവും. അതല്ല തന്റെ സഹോദരനെ നന്നാവണമെന്ന് ആലോചിക്കുന്നവരും ഉണ്ടാവും. അതല്ല എപ്പോഴും ചീത്തയായി ജീവിക്കുന്നവരും ഉണ്ടാവും. ഈ 3 വിഭാഗം ആളുകൾ അന്നുണ്ടായി. അവിടെ 3 വിഭാഗത്തിൽ നിന്ന് നന്മ ഉപദേശിച്ച വിഭാഗത്തോട് നന്മ ചെയ്ത വിഭാഗം ആളുകൾ ചോദിക്കുന്ന ചോദ്യം ഖുർആൻ ഉദ്ധരിക്കുന്നു. മനസ്സിലായോ? നന്മ ഉപദേശിച്ചവർ, നന്മ ചെയ്തവർ. നന്മ ചെയ്യാൻ പോയി, വേറെ ഒരു പണിക്കും പോയില്ല. ആ നന്മ ചെയ്യാൻ പോയവർ നന്മ ഉപദേശിച്ചവരോട് ചോദിക്കാണ്, വഇദ് ഖാലത് ഉമ്മത്തും മിൻഹും ലിമ തഅലൂന ഖൗമൻ അല്ലാഹു മുഹ്ലികുഹും ഔ മുഅദ്ദിബുഹും അദാബൻ ശദീദാ ഖാലൂ മഅ്ദിറതൻ ഇലാ റബ്ബിക്കും വലഅല്ലഹും യത്തഖൂൻ. ഇദ് ഖാലത് ഉമ്മത്തും മിൻഹും അവരിൽ നിന്നൊരു പറ്റം ആളുകൾ പറഞ്ഞ സന്ദർഭം ഓർക്കണം. ലിമ തഅദൂന ഖൗമൻ എന്തിനാ നിങ്ങൾ ഈ ആളുകളെ ഉപദേശിക്കാൻ നടക്കുന്നത്? എന്തിനാ നിങ്ങൾ ഈ ദീനീ പ്രവർത്തനം നടത്തുന്നത്? നമ്മളൊക്കെ ചോദിക്കാറില്ലേ, എന്തിനാ ദീനീ പ്രവർത്തനത്തിന് പോണത്? ലിമ തഅദൂന ഖൗമൻ എന്തിനാ ജനങ്ങളെ നിങ്ങൾ ഉപദേശിക്കാൻ പോകുന്നത്? അല്ലാഹു മുഹ്ലികുഹും ഔ മുഅദ്ദിബുഹും അദാബൻ ശദീദാ അല്ലാഹു അവരെ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ കഠിനമാം വിധമുള്ള ശിക്ഷകൾ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയോ ചെയ്യില്ലേ? എന്തിന് നിങ്ങൾ ഈ പണിയുമായി നടക്കണം? ഖാലൂ മഅ്ദിറതൻ ഇലാ റബ്ബിക്കും ഞങ്ങളുടെ പണി അവര് നന്നാവരോ നന്നാവാതിരിക്കലോ അല്ല, മറിച്ച് അവര് നന്നാവാൻ വേണ്ടി ഞങ്ങളുടെ തമ്പുരാൻ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള വലിയ ദൗത്യമുണ്ട്, അവരെ ഉപദേശിക്കൽ. ഖാലൂ മഅ്ദിറതൻ ഇലാ റബ്ബിക്കും നാളെ ഞങ്ങളുടെ തമ്പുരാന്റെ മുമ്പിൽ പോയി ഞങ്ങൾക്ക് കാരണം ബോധ്യപ്പെടുത്തണം. അല്ലാഹുവേ, ഭൂമിയിൽ കുഴപ്പക്കാരായ ആളുകൾ അധർമ്മം പ്രചരിപ്പിച്ചപ്പോഴൊക്കെയും ഞങ്ങൾ ധർമ്മപ്രചരണത്തിനു വേണ്ടിയുള്ള പണിയെടുത്തിരുന്നു. തിന്മ ചെയ്തവരോട് നന്മ ചെയ്യണമെന്ന് ഞങ്ങൾ ഉപദേശിച്ചിരുന്നു. ദീനിന്റെ മാർഗത്തിൽ വരാതിരുന്നവരോട് ആ മാർഗത്തെ അവലംബിക്കണമെന്ന് ഞങ്ങൾ പ്രത്യേകം വിളിച്ചു പറഞ്ഞിരുന്നു.
പക്ഷേ ഞങ്ങളത് പറഞ്ഞിട്ട് അവർ കേട്ടിട്ടില്ല എന്നത് ഞങ്ങളുടെ കുറ്റമല്ലല്ലോ. ഖാലൂ മഅ്ദുറതൻ ഇലാ റബ്ബിക്കും, ഞങ്ങൾക്ക് ഞങ്ങളുടെ തമ്പുരാന്റെ മുമ്പിൽ കാരണം ബോധ്യപ്പെടുത്തണം. വലഅല്ലഹും യത്തഖൂൻ, അവരെങ്ങാനും നന്നാവുകയും ചെയ്താൽ, അതുമായി അവർ നന്നായാൽ നമുക്ക് കിട്ടുന്ന പുണ്യം, ഒരാൾ നമ്മളെ കൊണ്ട് നന്നായാൽ ഭൂമിയും ആകാശവും മുഴുവനും നിനക്ക് കിട്ടിയാലും കിട്ടുന്നതിനേക്കാൾ വലിയ പ്രതിഫലം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്യുന്നു. ആർക്ക്? ഒറ്റ മനുഷ്യൻ. ഒറ്റ ഒരാൾ നന്നായാ മതി. ഒറ്റ ഒരാൾ നന്നായാൽ നിന്നെ കൊണ്ട്, എന്നാൽ നിനക്കത് നല്ലതാണ്. ഈ ദുന്യാവിലുള്ളതും അതിലുള്ള സകലതിനേക്കാളും നല്ലത് അത് തന്നെയാണ്. ചിലയിടത്തുണ്ട് ഏറ്റവും നല്ല ചുവന്ന ഒട്ടകം നിനക്ക് കിട്ടുന്നേക്കാളും നല്ലതാട്ടോ ഒരാള് നിന്നെ കൊണ്ട് നന്നാവുക. അന്ന് ചുവന്ന ഒട്ടകം എന്ന് പറഞ്ഞാൽ മെഴ്സിഡസ് ബെൻസ് എന്ന് പറയണം. അല്ലെങ്കിൽ അതിനേക്കാൾ, അതായത് ഏറ്റവും വിലപിടിപ്പുള്ള യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന വാഹനമാണേത്? അന്ന് ചുവന്ന ഒട്ടകം. അഷ്റഫുൽ ഖൽഖ് പറയാണ്, ഈ ദുന്യാവും ഈ ദുന്യാവിലുള്ള സകലതും നിനക്ക് ലഭ്യമാകുന്നതിനേക്കാളും നല്ലതാണ് ഒരാള് നന്നാവാം. ഒരാള് നോക്കൂ. എന്നിട്ട് ഈ ആയത്തിന്റെ പറഞ്ഞു തരുന്നത് അള്ളാഹു ഈ 3 വിഭാഗം ആളുകളെ കുറിച്ച് പറയുന്നിടത്ത് അവസാനം പറയുന്നു, നാം ഉപദേശികളായ ഒരു വിഭാഗം ആളുകളെ മാത്രം രക്ഷപ്പെടുത്തുകയും മറ്റു വിഭാഗം ആളുകളെ നശിപ്പിക്കുകയും ചെയ്തു. അവരല്ലാഹു നശിപ്പിച്ചു. അയിലത്ത് വിഭാഗത്തെ അള്ളാഹു നശിപ്പിച്ചു. എപ്പോഴാ? ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി അൻജൈനല്ലദീന യൻഹൗന അനിസ്സൂ ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി അൻജൈനല്ലദീന യൻഹൗന അനിസ്സൂ. തിന്മയിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പണിയെടുത്ത വിഭാഗം ആളുകളെ മാത്രം നാം രക്ഷപ്പെടുത്തി. വഅഖദ്നാ, എന്നാൽ നാം മറ്റുള്ള വിഭാഗം ആളുകളെ, അതായത് തിന്മ ചെയ്തവരെയും നന്മയിൽ ജീവിക്കുകയും ചെയ്തവരെയും നാം അങ്ങ് പിടികൂടി. ബിഅദാബിൻ ബഈസിൻ ബിമാ കാനൂ യഫ്സുഖൂൻ, കടുത്ത ശിക്ഷ കൊണ്ട് പിടികൂടി. അവിടെ മുഴുവൻ മുഫസ്സിരീങ്ങളും വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? സമൂഹത്തിൽ തിന്മയുണ്ടാകുമ്പോൾ മൗനം അവലംബിക്കുന്നവന് അള്ളാഹുവിന്റെ കോപത്തിന് പാത്രീഭൂതമാകുമെന്നാണ്. സമൂഹത്തിൽ തിന്മ ഉണ്ടാകുമ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ കാര്യം മാത്രം നോക്കാൻ പറ്റൂല. അപ്പൊ നമ്മൾ പരസ്പരം എന്ത് ചെയ്യണം? ഉപദേശിക്കണം. പരസ്പരം ഉപദേശിക്കുന്നവൻ നഷ്ടപ്പെട്ടവനല്ലല്ലോ. വല്ലസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ വൽ അസ്ർ. കാലം തന്നെ സത്യം, ചരിത്രം തന്നെ സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, നിശ്ചയം മനുഷ്യൻ മുഴുവൻ നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു, സത്യവിശ്വാസികൾ ഒഴിച്ച്. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മം ചെയ്തവൻ. വതവാസൗ ബിൽ ഹഖ്, സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവർ. നന്മ കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവർ. തിന്മ ചെയ്യുന്ന സഹോദരന്മാരോട് ഇത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തുകയും നന്മയിലേക്ക് വിളിക്കുകയും ചെയ്തവർ. എന്നിട്ടോ ആ നന്മയുടെ മാർഗത്തിൽ ജീവിക്കുമ്പോൾ ഉണ്ടാവുന്ന കഠിനമായ പരീക്ഷണങ്ങൾക്ക് മുമ്പിൽ പരസ്പരം ക്ഷമ കൊണ്ട് ഉപദേശിക്കുകയും ചെയ്തവർ. വതവാസൗ ബിസ് സബ്ർ, ക്ഷമ കൊണ്ട്. ഒരു കൂട്ടായ്മയാണ് മുസ്ലിം ഉമ്മത്ത്. അങ്ങനെ ആവണം. ഇപ്പോ ഇവിടെ നമ്മൾ ഖുർആൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരോട് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കണം. ആരെല്ലാരും സ്വീകരിച്ചോളണമെന്നുണ്ടോ? വമാ അക്സറുന്നാസ് മിനൽ മുഅ്മിനീന വലൗ ഹറസ്ത, നിങ്ങളെത്ര ആഗ്രഹിച്ചാലും നബിയെ അധികം ആളുകളും ഇത് കേട്ടോളണമെന്നില്ല. എവിടെ പറഞ്ഞത്?
നിങ്ങൾ മറന്നു കഴിഞ്ഞ ആഴ്ചയിലും അല്ലേ സൂറത്ത് യൂസുഫ്, നിങ്ങൾ എത്ര ആഗ്രഹിച്ചാലും വലോ ഹറസ്ത, അങ്ങെത്രമേൽ ആഗ്രഹിച്ചാലും നബിയെ അധികം ആളുകളും ഇത് കേട്ടുകൊള്ളണമെന്നില്ല. പക്ഷേ അങ്ങയുടെ പണി അങ്ങെടുക്കുന്നുണ്ട്, അതാണ് പ്രധാനം. അങ്ങ് അങ്ങയുടെ സ്വന്തം ശരീരം തന്നെ നശിപ്പിച്ചു കളയുമോ? അല്ലാ യകൂനൂ മുഅ്മിനീൻ, അവര് മുഅ്മിനീങ്ങളാകാതെ പോയതിന്റെ പേരിൽ അങ്ങെങ്ങാനും ശരീരം നശിപ്പിച്ചേക്കുമോ നബിയെ? എന്തൊരു വല്ലാത്ത ഉത്കടമായ ആഗ്രഹമാണ് അങ്ങയുടേത്, വല്ലാത്ത ആഗ്രഹം. നബി ഇങ്ങനെ വല്ലാതെ ഇവരൊക്കെ മുസ്ലിങ്ങളായി കാണാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് തന്നെ കഠിനമായി പീഡിപ്പിച്ച തായിഫിന്റെ മലയിടുക്കിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുന്ന് വീണെടുത്ത് നിന്ന് മുടിക്കുത്തിന് പിടിച്ചിട്ട് എഴുന്നേൽപ്പിച്ചു നിർത്തി കുഞ്ഞുമക്കളെ കൊണ്ട് കല്ലെറിയിപ്പിക്കുമ്പോ ചോരപ്പാടുകൾ കൊണ്ട് ശരീരം ഇങ്ങനെ മുഴുവൻ നിറഞ്ഞ നീര് വറ്റിയ പോലെ നിൽക്കുമ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നത്, അള്ളാഹുവിന്റെ പ്രവാചകരെ, അങ്ങ് അനുവദിക്കുമെങ്കിൽ ഈ തായിഫ് മലയെ അള്ളാഹു ഇതിനെ എടുത്തു മറിച്ചിടണമെന്ന് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്, പക്ഷേ അങ്ങയുടെ അനുവാദത്തിന് കാത്തു നിൽക്കുകയാണ്. അപ്പോഴും ഹബീബ് പറഞ്ഞൊരു മറുപടി ഇതാണ്, ഈ മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ, ഇവരുടെ തലമുറകളിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ ഞാൻ ഈ പറഞ്ഞ ദൗത്യം ഏറ്റെടുക്കാൻ തയ്യാറാകുമെങ്കിൽ ജിബ്രീൽ അതല്ലേ എനിക്ക് വേണ്ടത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അതാണ് കിതാബുൻ ഉൻസില ഇലൈക്, ഈ വേദഗ്രന്ഥം അങ്ങക്ക് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഫലാ യകുൻ ഫീ സദ്രിക ഹറജുൻ മിൻ, അങ്ങയുടെ നെഞ്ചകത്തിൽ ഇതിന്റെ പേരിലുള്ള ബുദ്ധിമുട്ടിന്റെ ആവശ്യമില്ല. ലിതുൻദിറ ബിഹി, ഇതുകൊണ്ട് അങ്ങ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടി. വദിക്റാ ലിൽ മുഅ്മിനീൻ, ഇത് സത്യവിശ്വാസികൾക്കുള്ള ദിക്റാണ്. ദിക്റ ഓർമ്മപ്പെടുത്തലാണ്. ഖുർആൻ ഇങ്ങനെ ഓതുമ്പോഴൊക്കെ മനസ്സിനുണ്ടാവുന്ന സമാധാനമല്ലേ? ദിക്റാ ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസിക്കുള്ള ഓർമ്മപ്പെടുത്തലാണ്. തഖ്ശഇറു മിൻഹു ജുലൂദുഹും, തഖ്ശഇറു മിൻഹു ജുലൂദുഹും, അവന്റെ തൊലിച്ചുരുകളിൽ പോലും ഉണ്ടാകണം രോമഹർഷം. ثم تلين جلودهم وقلوبهم إلى ذكر الله, എന്നിട്ട് അവന്റെ ഹൃദയവും അവന്റെ തൊലിച്ചുരുളുകളുമെല്ലാം അല്ലാഹുവിലേക്ക് ഇങ്ങനെ അവന്റെ ഓർമ്മയിലേക്ക് ആർദ്രമാകണം. ഒരുതരം ഹർഷം, ഒരുതരം സന്തോഷം, ഒരുതരം രോമാഞ്ചം ഒരു വിശ്വാസിയെ നിലനിർത്തണം. ഖുർആൻ ഓതുമ്പോ അതുണ്ടാവണം. സത്യവിശ്വാസികൾക്കുള്ള ദിക്റയാണ്. ഇത്തബിഉ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും വലാ തത്തബിഉ മിൻ ദൂനിഹി ഔലിയാ ഖലീലൻ മാ തദക്കറൂൻ. ഇത്തബിഉ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, നിങ്ങളുടെ തമ്പുരാനിൽ നിന്ന് നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട ഈ വേദഗ്രന്ഥത്തെ നിങ്ങൾ പിന്തുടരുക. ഇത്തബിഉ മാ ഉൻസില ഇലൈക്കും, നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ നിങ്ങൾ പിന്തുടരുക. വലാ തത്തബിഉ മിൻ ദൂനിഹി ഔലിയാ, അല്ലാഹു അല്ലാത്തവരെ നിങ്ങൾ സംരക്ഷകരാക്കാതിരിക്കുക. വലാ തത്തബിഉ മിൻ ദൂനിഹി ഔലിയാ, നിങ്ങളുടെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നവനാകേണ്ടതാരാ? അല്ലാഹു. നിങ്ങളുടെ കാര്യങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടവർ. അതങ്ങനെ പറയുമ്പോൾ മാത്രം ചില പ്രശ്നങ്ങളെ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കാൻ, അതിന്റെ അർത്ഥം നിങ്ങൾ ആരെ ഔലിയാക്കന്മാരെന്ന് വിളിക്കാൻ പോലും പാടില്ല എന്നല്ല കേട്ടോ. അവിടെ ആ ഉദ്ദേശ്യാർത്ഥം ഇതാണ്, നിങ്ങൾ അല്ലാഹു അല്ലാത്ത ഒന്നിനെയും രക്ഷകനാക്കേണ്ടതില്ല, ആരാധ്യനാക്കേണ്ടതില്ല. നിങ്ങളുടെ കാര്യങ്ങൾ ആർക്കു തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പൊ ഖുർആൻ തന്നെ ചിലയിടത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഔലിയാക്കളാണ് അള്ളാഹും അവന്റെ റസൂലും സത്യവിശ്വാസികളും. അപ്പോ ഈ വൃത്തത്തിൽ നിന്ന് പുറത്തു പോയതല്ലാതെ, ഈ വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുമ്പോഴാണ് ഏതാവുക? അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹു അല്ലാത്ത
ദീനിന്റെ മാർഗമല്ലാത്ത വിധത്തിലുള്ള ആളുകളെ നിങ്ങൾ രക്ഷകർത്താക്കൾ ആക്കരുത്. ഇത്തരം ആളുകളെ നിങ്ങൾ രക്ഷകർത്താക്കളാക്കരുത്. അല്ലെങ്കിൽ അള്ളാഹു വലിയുക്കും, അള്ളാഹു നിങ്ങളുടെ വലിയാണ്, റസൂലുഹു, അള്ളാഹും അവന്റെ റസൂലും, പിന്നെയോ വൽ മുഅ്മിനൂന, സത്യവിശ്വാസികളും. അപ്പോ ഇപ്പൊ ഇവിടെ പറഞ്ഞത് അവിടെ മറന്നുപോയോ കുറച്ച്? അപ്പൊ ഒരൊറ്റ ആയത്തുമേന്ന് നമ്മൾ എന്ത് ചെയ്യരുത്? അനാവശ്യമായ മറ്റു ധാരണകളിലേക്ക് പോകേണ്ടതില്ല. അള്ളാഹു അവിടെ പറഞ്ഞതും ഇവിടെ പറഞ്ഞതും ഒന്നാണ്. എപ്പോ ദീനിൽ നിലനിൽക്കുന്ന ഒരു കൂട്ടായ്മ എന്ന നിലയിൽ സത്യവിശ്വാസികൾ നമ്മുടെ സഹായികൾ തന്നെയാണ്, ഒരു സംശയം വേണ്ട. പക്ഷെ ഈ മാർഗത്തിൽ നിന്ന് പുറത്തു പോകുന്ന വിധത്തിലുള്ള ഒന്നിനോടും നമ്മളാകാൻ പാടില്ല രാജി. അതാണ് പ്രധാനം. എന്താകാൻ പാടില്ല? ഇതിന്റെ ഉള്ളിലേ കൂടാനാകൂ, ഇതിനപ്പുറത്ത് നിനക്ക് മാർഗമില്ല. നീ എന്ത് ചെയ്യരുത്? അള്ളാഹുവിന്റെ ദീനല്ലാത്ത മറ്റൊരു ദീനിനെ നീ പിടിക്കരുത്. ഒരു നേരിയ അർത്ഥത്തിൽ പോലും സത്യവിശ്വാസത്തെ അവലംബിക്കാത്ത മറ്റൊന്നിന്റെ പിന്നാലെ പോകാൻ പാടില്ല. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, പൂർണ്ണമായും നീ എവിടെ നിൽക്കണം? ഇസ്ലാമിൽ. വലാ തത്തബിഉ ഖുതുവാത്തിശ് ശൈത്താൻ, നീ പിശാചിന്റെ പന്താവിൽ, നീ പിശാചിന്റെ വഴിയിലൂടെ പോകരുത്. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, നിശ്ചയം വലിയ ശത്രുവാൻ. അവനോട് പ്രഖ്യാപിക്കാൻ പോകട്ടോ. ഈ ആയത്ത് ഞാൻ അവസാനിപ്പിച്ച എവിടെയെന്നറിയോ? പടച്ചവനോട് അവൻ പറയാണ്, ലഅഖുദന്ന ലക്കും സിറാത്തൽ മുസ്തഖീം. ഓക്കേ, നിങ്ങളവിടെ ലഅഖുദന്ന ലഹും സിറാത്തൽ മുസ്തഖീം, ഞാൻ അവർക്ക് വേണ്ടി തന്നെ ഞാൻ അവർക്ക് വേണ്ടി സിറാത്തുൽ മുസ്തഖീമിലിരിക്കും. قال فبما غويتني لأقعدن لهم صراطك المستقيم ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. പടച്ചോനെ വെല്ലുവിളിക്കാണ് പിശാച്. എന്താ പറയണേ? റബ്ബി, വേറെ സ്ഥലത്തുണ്ട് അങ്ങനെ റബ്ബി തന്നെ. ഇവിടെ പടച്ചവനെ, നീ എന്നെ പഴപ്പിച്ചത് എന്തു കാരണം കൊണ്ടാണോ? നീ പഴപ്പിക്കാൻ കാരണം ആദമാണ്. ആദമിന് സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞതാണ്. എന്റെ കിബർ കൊണ്ട് ആദമിന് സുജൂദ് ചെയ്യാൻ എനിക്ക് സാധിക്കാതെ പോയി. ആദമു കാരണം എനിക്ക് നിത്യമായ നരകവും നിത്യമായ ശാപവും ലഭ്യമായി. റബ്ബി ബിമാ അഗ്വൈതനി ഫബിമാ അഗ്വൈതനി, നീ എന്നെ പഴപ്പിച്ചു, അതുകൊണ്ടോ ലഅഖുദന്ന ലഹും സിറാത്തൽ മുസ്തഖീം, അവർക്ക് വേണ്ടി ഞാൻ നിശ്ചയം കാത്തിരിക്കും. എവിടെ? സിറാത്തുൽ മുസ്തഖീം. നല്ലെന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അവിടെയൊക്കെ എന്തുണ്ടാവും? മൂപ്പരുണ്ടാവും. മനസ്സിലായില്ല? ലഅഖുദന്ന ലഹും, നിശ്ചയം ഞാൻ അവർക്ക് വേണ്ടി കാത്തിരിക്കും. എവിടെ കാത്തിരിക്കും? സിറാത്തൽ മുസ്തഖീം, നിന്റെ സിറാത്തുൽ മുസ്തഖീമിൽ തന്നെ ഞാൻ എന്ത് ചെയ്യും? കാത്തിരിക്കും. നിങ്ങൾ ആലോചിച്ചൊക്കെ ഏറ്റവും കൂടുതൽ ബോറടിപ്പിക്കുന്ന ഇടുക അല്ലേ? ഒരു നല്ല ഖുർആൻ ഓതുമ്പോ ഉറക്കം വരും, എന്നാലും നല്ല നൗര് വായിക്കുമ്പോഴോ കുഴപ്പമില്ല, 2 മണിയായാലും അറിയില്ല അല്ലേ? നമ്മൾ ചാറ്റ് ചെയ്താൽ ഒരാളും അറിയില്ല. രാത്രിയും കഴിഞ്ഞ് പകലായിട്ട് ചില ആൾക്കാരുണ്ടല്ലോ, അതായത് പണ്ടാരം എന്നോട് തമാശക്ക് പറഞ്ഞാണ്, അതായത് യോഗം കൂടി ഇങ്ങനെ ഇരുന്നിരുന്ന അവസാനം സുബഹി ആയത് അറിഞ്ഞില്ല, അവസാനം പുറത്തേക്ക് നോക്കിയപ്പോ ആൾക്കാരൊക്കെ നടക്കണം. അപ്പൊ എന്ത് ആളുകളൊക്കെ നടക്കണം, നേരം എടുത്തിട്ട് പറഞ്ഞ പോലെ സമയം പോണ അറിയില്ല. അപ്പോ അനാവശ്യങ്ങൾക്കിടയിൽ ഇരുന്നാൽ അതേസമയം ശൈത്താന്റെ പണി നോക്കിയല്ലേ? നാം അവർക്ക് വേണ്ടി കാത്തിരിക്കുക തന്നെ ചെയ്യും ഞാൻ. എന്തിനാ? അവൻ അതായത് സത്യവിശ്വാസികളെ പിഴപ്പിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത്. എവിടെയൊക്കെ? അവൻ അവരുടെ വലതുഭാഗത്ത് വരും. അവൻ തന്നെ പറയുന്നു, ഞാൻ അവരുടെ വലതുഭാഗത്ത് വരും, ഞാൻ അവരുടെ പിന്നാമ്പുറങ്ങളിൽ പോകും, ഞാൻ അവരുടെ ഇടതുഭാഗങ്ങളിലേക്കും വരും. വമിൻ ഖൽഫിഹിം വഅൻ അയ്മാനിഹിം വഅൻ ശമാഇലിഹിം, അവരുടെ അടുത്തും വലത്തും അവരുടെ പിന്നിലൊക്കെ ഞാൻ ഉണ്ടാവും. വലാ തജിദു അക്തറഹും ശാകിരീൻ, നിനക്ക് അവരുടെ കൂട്ടത്തിൽ നിന്ന് അധികം ആളുകളെയും
നിനക്ക് നന്ദി ചെയ്യുന്നവരായി നിനക്ക് കാണാൻ പറ്റൂല, ഞാൻ പണി ഒപ്പിച്ചോളാം. ആര് ആര് ശൈത്താൻ. പക്ഷെ അല്ലാഹ് പറയുന്നുണ്ട് അങ്ങനെ. ഇവിടെ അല്ലെങ്കിലും മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറയുന്നു, നീ അതൊക്കെ ചെയ്തോ, പക്ഷേ ഇല്ലാ ഇബാദിയൽ മുഖ്ലസീൻ, എന്റെ മുഖ്ലിസീങ്ങളായ അടിമകളൊന്നും നിനക്കൊരു പണിക്കും പറ്റില്ല. നീ എന്ത് പണിയെടുത്താലും എന്റെ മുഖ്ലിസീങ്ങളായ, എന്നെ പേടിക്കുകയും ആത്മാർത്ഥമായി എന്റെ പിന്നിൽ എന്റെ ദീനിന്റെ മാർഗത്തെ ജീവിതമാക്കുകയും ചെയ്ത മുഖ്ലിസീങ്ങളായ ആളുകൾക്ക് നീ എന്ത് പണിയെടുത്താലും വെക്കൂല. അത് അവനും പറയുന്നുണ്ട്, ഇല്ലാ ഇബാദക്കൽ മുഖ്ലസീൻ. ഇബ്ലീസും തന്നെ പറയുന്നുണ്ട്, അവിടെ അത്ര യേശൂല. എവിടെ? ഇഖ്ലാസ് ഉള്ളവന്റെ അടുത്ത് വെക്കൂല. എന്താ കാരണം? ഇഖ്ലാസ് നിറഞ്ഞു നിൽക്കുന്നവനുമായി ഇബ്ലീസിന് ഒരിക്കലും ശണ്ട കൂടാൻ കഴിയില്ല. എന്തെങ്കിലും മറ്റൊരു താല്പര്യം ഉണ്ടായാലോ ഇബ്ലീസ് അവനെ കേൾക്കും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. വലാ തത്തബിഉ മിൻ ദൂനിഹി ഔലിയാഅ ഖലീലൻ മാ തദക്കറൂൻ. വളരെ കുറഞ്ഞു മാത്രമേ നിങ്ങൾക്ക് ഓർക്കാൻ കഴിയുന്നുള്ളൂ. നിങ്ങൾ ദിക്ർ സിദ്ധിക്കുന്നവർ വളരെ കുറച്ചാ. ഖലീലൻ മാ തദക്കറൂന, വളരെ കുറച്ചേ നിങ്ങൾ ദിക്ർ സിദ്ധിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഓർമ്മകളിലേക്ക് ജീവിക്കാൻ. നമ്മളൊന്ന് ആലോചിച്ചൊക്കെ, നമുക്ക് എത്ര കുറഞ്ഞ സമയമല്ലേ ഈ ദിക്ർ ശരിക്കും കിട്ടണുള്ളൂ. അതിന്റെ ഇടയിൽ എത്ര ജീവിത വ്യാപാരങ്ങളാണ്. പകലും രാത്രിയുമായി കുറെ സമയം ഉറങ്ങിപ്പോകുന്നു, കുറെ സമയം ജീവിച്ചു പോകുന്നു. അതിന്റെ ഇടക്ക് വല്ലപ്പോഴും കിട്ടുന്ന ഒരു ഖുർആൻ ക്ലാസ്, പിന്നെ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റോ നിർത്തിപ്പോകുന്ന ഒരു സുബഹി, ളുഹ്ർ, അസ്ർ, മഗ്രിബ്, ഇശാ. ഇതിന്റെ ഇടയിൽ എവിടെയാണ് നമുക്ക് മറ്റൊന്നും ഓർക്കാൻ നേരം? ഖലീലൻ മാ തദക്കറൂൻ, നിങ്ങൾ വളരെ കുറച്ചേ ഓർക്കുന്നു. എപ്പോഴും ദിക്റാവുക. ദിക്ർ ഇങ്ങനെ നിരന്തരമായാലോ അവസാനവും ദിക്റാവും. അള്ളാഹു അതിന് തൗഫീഖ് തരട്ടെ. ഒരാളുടെ നാവ് ദിക്ർ കൊണ്ട് സജലമായാൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അയാളുടെ അവസാനത്തിലും ദിക്ർ നിലനിർത്തും എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അയാൾ എന്താണോ ഏറ്റവും കൂടുതൽ പറഞ്ഞത് അതായിരിക്കും അയാളുടെ അവസാനം ഉണ്ടാവും. ഒരാൾ ആഗ്രഹിച്ചത് ഒരാളുടെ ജീവിതത്തിന്റെ സംസ്കാരമായി നിലനിർത്തിയത് അത് അവസാനം വരും. അത് ശരിക്കും പറഞ്ഞ സയന്റിഫിക്കുമാണ്. എന്താ കാരണം വെച്ചാൽ അയാളുടെ ബോധമണ്ഡലങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടായതായിരിക്കും അവസാനം വരുമ്പോഴേക്കും അവന് കുറെ, പ്രത്യേകിച്ചും പ്രായമാകുമ്പോൾ അവന് ഈ ഡിമെൻഷ്യൊക്കെ വന്ന് എല്ലാ ഓർമ്മയും ഇങ്ങനെ നശിച്ചു തുടങ്ങുന്ന സമയത്ത് കുട്ടിക്കാലം ഓർക്കണ ചില ആളുകൾ കണ്ടിട്ടില്ലേ, കുഞ്ഞുനാളുകൾ. എന്നാൽ ദിക്ർ കയ്യിലുള്ളവൻ ആ സമയത്ത് എന്താവും? ദിക്ർ കൈപ്പിടിക്കും. അതേസമയം വേറെന്തെങ്കിലുമൊക്കെ പറഞ്ഞ ആൾക്കാരെങ്കിൽ അതൊക്കെ പറയും. ചില പ്രായമായ ആൾക്കാരെ ചെന്ന് കണ്ടാൽ നമുക്ക് തന്നെ പതുക്കെ എണിച്ചുകൂടാൻ തോന്നും. കാരണം അമ്മാതിരി ചീത്തയൊക്കെ വിളിച്ചിട്ടുണ്ടാവും. എന്താ കാര്യം? നേരത്തെ പറഞ്ഞതൊക്കെ ഇങ്ങനെ. അതുകൊണ്ട് പതിവ് ശീലമാക്കുക. ഏത്? ദിക്ർ. നിരന്തരം ദിക്ർ ചൊല്ലുന്നവൻ അവസാനവും ദിക്ർ ചൊല്ലും. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, മീസാനിലെ തൂക്കൊക്കെ കഴിയുമ്പോൾ ഒരു പൊടിക്ക് രക്ഷപ്പെടാത്ത ചില ആളുകൾ ഉണ്ടാവും. അള്ളാഹു അയാൾ ചെയ്ത ദിക്റിൽ നിന്ന് ഒന്ന് കൊണ്ടുപോയി വെക്കും. അപ്പോഴേക്കും അയാളുടെ മീസാന്റെ തൂക്കം കൂടും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിക്ർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അഫ്ളലു മാ ഖുൽതു അന വൻ നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എന്റെ മുമ്പേ നടന്നുപോയ പ്രവാചകന്മാരും പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഖൗല് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഫ്ളലു മാ ഖുൽതു അന വൻ നബിയ്യൂന മിൻ ഖബ്ലി. എനിക്ക് മുമ്പ് പോയ എല്ലാ പ്രവാചകന്മാരും എന്തേ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. മൂസ നബിയോട് അള്ളാഹു ഒരു ഔറാദ് പറഞ്ഞല്ലോ എന്ന് വെച്ച് പറച്ചോനുണ്ട്. ആ മൂസ നബിയോട് അള്ളാഹു പറഞ്ഞു, എന്നാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മതി. മൂസ നബി പറഞ്ഞു, ഇത് പതിവായിട്ട് എപ്പോഴും കാണണോ കേൾക്കണമല്ലേ, വേറൊന്നും പറയാനില്ലേ. അങ്ങണ്ടല്ലേ, ആളുകളുടെ ഒരു പ്രത്യേക സ്വഭാവമാണ് എപ്പോഴും വ്യത്യസ്തതകൾ ആഗ്രഹിക്കും. എവിടുന്നേലൊക്കെ ഒരു ദിക്ർ. ഞാൻ പറയട്ടെ, ഏറ്റവും നല്ല ദുആ എന്താ അറിയോ? റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്ന. നിങ്ങൾ ഒരുപാട് ദുആ ഒന്നും പഠിക്കണ്ട, പഠിച്ചെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഏറ്റവും നല്ല ദുആ ഏതാണ്?
റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. പടച്ചോനെ, ഈ ദുനിയാവിൽ നീ ഹസനത്ത് തരണം, നീ ആഖിറത്തിലും ഹസനത്ത്. ഹസനത്ത് എന്ന് പറഞ്ഞാൽ അതിനെന്തർത്ഥം? ജീവിക്കാൻ ആവശ്യമായതെല്ലാം ഹസനത്താണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹസനത്തായി ഇമാം റാസി തങ്ങൾ പറയുന്ന വിജ്ഞാനമാണ്. ഒരാൾക്ക് ജ്ഞാനമുണ്ടെങ്കിൽ അയാൾക്ക് ബാക്കിയെല്ലാം ഉണ്ടാവും. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ, ഭൂമിയിൽ അല്ലാഹുവേ നീ ഹസനത്ത് തരണം. ഏതാ ഏറ്റവും നല്ല ഹസനത്ത്? ജ്ഞാനാണ്. ഏറ്റവും നല്ല അറിവ്, നല്ല അറിവ്. അതുകൊണ്ടല്ലേ പുണ്യനബി ഒരാളോട് പറയാണ്, നീ 1 മണിക്കൂർ കഴിഞ്ഞാൽ നീ മരിക്കും. 1 മണിക്കൂർ കഴിഞ്ഞാൽ നീ മരിക്കുന്ന ഒരാളോട് റസൂലുള്ളാഹി പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? 1 മണിക്കൂറിൽ ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു സയ്യിദുനാ റസൂലിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ നീ ചെയ്യേണ്ടത്? അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു, നീ ജ്ഞാനം കൊണ്ട് ജോലി ആയിക്കോളൂ എന്ന് പറഞ്ഞാൽ നീ എന്തെങ്കിലും പഠിച്ചിരുന്നു. അങ്ങനെ പഠിച്ചിരിക്കുമ്പോൾ നീ അങ്ങ് മരിച്ചു വെക്കോട്ടെ, നല്ലതാണ്. ഈ ഖുർആൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോ അല്ല, ജ്ഞാനത്തിന്റെ മേഖലയിൽ അവസാനം ഇരിക്കുന്ന സമയത്തും അങ്ങനെ തന്നെയല്ലേ ജീവിച്ചു തീർക്കേണ്ടത്? അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ വിചാരിക്കണ ഇപ്പൊ ഇവിടെ ആരും മരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, അള്ളാഹു ആയുസ് തരട്ടെ. പക്ഷെ ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവസാനവും അറിവ് പകർത്തുക. മഹാനായ ഉസ്താദ് കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ നബ്ബറല്ലാഹു മർഖദ, ശരിക്കും പറഞ്ഞാൽ ഈ ഇങ്ങനെ മടക്കി വെച്ചു പോയ പിന്നെ സ്വഹീഹുൽ ബുഖാരിയുടെ ആ മടക്ക് തീരുന്നതിന് മുമ്പാണ് ആ മഹാൻ ലോകത്തോട് വിട പറയുന്നത്. എന്തൊരു വലിപ്പമായിരിക്കുമല്ലേ? സഹീഹുൽ ബുഖാരി ദർസെടുത്ത് നേരെ മരണത്തിലേക്ക് നടക്കുക. സഹീഹുൽ ബുഖാരി ദർസെടുത്തിട്ട് നേരെ മരണത്തിലേക്ക് ഇറങ്ങി നടക്കുക. എന്ത് മഹത്വം ഉണ്ടാവും അത്, എന്ത് വലിപ്പം ഉണ്ടാവും അതിന്. അതാണ് ഇസ്തഗിൽ ബിൽ ഇൽം, നീ ജോലിയാവുക, ഇൽമു കൊണ്ട് ജോലിയാവുക. ഇപ്പൊ മരിക്കും, പക്ഷെ ഇപ്പൊ മരിക്കുമ്പോ പിന്നെ എന്തിനാ പിന്നെ ഇൽമ്? ചോദ്യല്ലേ. ഇപ്പൊ മരിക്കാൻ ആളാണെങ്കിൽ പിന്നെന്തിനാ ഇൽമു? പക്ഷെ ഇൽമാണ് നിന്റെ കൂട്ടുകാരൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ, പടച്ചോനെ നീ ആ ഇൽമു നീ ദുനിയാവിൽ തരണം. എന്നാലോ വഫിൽ ആഖിറതി ഹസനത്തൻ, എന്നാൽ നാളെ ആഖിറത്തിൽ എന്ത് കിട്ടും? ഹസനത്ത് ഉണ്ടാവും. ഫഖിനാ അദാബന്നാർ, പടച്ചോനെ നരകത്തിന്റെ അഗ്നിയിൽ നിന്ന് നീ ഞങ്ങളെ കാക്കുകയും ചെയ്യണം. എല്ലായില്ലേ ദുനിയാവുമായി ആഖിറുമായി നരകത്തിൽ രക്ഷപ്പെടലുമായി. ഇത്രയും നല്ല ദുആ വേറുണ്ട്. എന്ന പോലെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത്രയും വലിയ ദിക്ർ വേറില്ല. ദിക്ർ ഇങ്ങനെ കൂട്ടായും അതുപോലെ തന്നെ ഒറ്റക്കുമൊക്കെ ദിക്ർ ഇങ്ങനെ നിരന്തരം ചൊല്ലുക. കൂട്ടായി ചെല്ലുക. കൂട്ടായി ചെല്ലുന്നത് നല്ലതാണ്. കൂട്ടമായി ചെല്ലുന്നത്, ഒരിക്കൽ നബി തിരുമേനിയുടെ സഹാബാക്കളിൽ ചിലരിങ്ങനെ ഇരുന്ന് കൂട്ടായി ചെല്ലിയപ്പോ അള്ളാഹുവിന്റെ പ്രവാചകനോട് മറ്റൊരു സഹാബി പരാതി പറയാൻ പോയി. നബി തിരുമേനി അതിൽ മറ്റൊരാളെ അബ്ദുല്ലാഹിബിൻ റവാഹ റളിയല്ലാഹു അൻഹു എന്ന സഹാബിയെ കുറിച്ചാണ് അഷ്റഫുൽ ഖൽഖിന്റെ മുമ്പിൽ പരാതിക്കാരൻ ചെന്നത്. അബ്ദുല്ലാഹിബിൻ റവാഹയുടെ ഒരു പരിപാടി, അദ്ദേഹം കുറെ ആളുകളെ കൂട്ടിയിരുത്തി ഒരു മജ്ലിസ് ഉണ്ടാക്കി അങ്ങനെ ദിക്ർ ചൊല്ലുന്നു എന്നായിരുന്നു പുണ്യനബിയോട് പറഞ്ഞത്. അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു, ഇന്നഹു, അയാളുടെ പ്രത്യേകത, അവൻ അള്ളാഹുവിന്റെ മലക്കുകൾ പോലും ഇഷ്ടപ്പെടുന്ന സദസ്സിന്റെ ആളാണ്. യുഹിബ്ബുൽ മജാലിസ അല്ലതി തതബാഹാ ബിഹൽ മലായികതു, മലക്കുകൾ അവിടെ ഇരുന്നു എന്ന് പൊങ്ങച്ചം പറയുന്ന തരത്തിലുള്ള ഒരു സദസ്, ആ സദസ്സിനെ ഇഷ്ടപ്പെടുന്ന ആളാണ് അദ്ദേഹം. അതുകൊണ്ട് അബ്ദുല്ലാഹിബ്നു റവാഹയെ കുറ്റം പറയാൻ ഞാനില്ല എന്ന് സയ്യിദുനാ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെയും ഒരു തരം ദിക്റാണ്. ഇപ്പൊ നമ്മളിങ്ങനെ ദിക്റിലാണല്ലോ അല്ലെ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയില് ഇരിക്കുന്ന സദസ് അള്ളാഹു അങ്ങനെ ശ്രേഷ്ഠമാക്കി തരട്ടെ. وَكَمْ مِنْ قَرْيَةٍ أَهْلَكْنَاهَا فَجَاءَهَا بَأْسُنَا بَيَاتًا أَوْ هُمْ قَائِلُونَ فَمَا كَانَ دَعْوَاهُمْ إِذْ جَاءَهُمْ بَأْسُنَا إِلَّا أَنْ قَالُوا إِنَّا كُنَّا ظَالِمِينَ وَكَمْ مِنْ قَرْيَةٍ أَهْلَكْنَاهَا, എത്രയെത്ര ഗ്രാമങ്ങളെയാണ് നാം നശിപ്പിച്ചു കളഞ്ഞത്. فَجَاءَهَا بَأْسُنَا, നമ്മുടെ അദാബ് അവർക്ക് വന്നു. ബയാത്തൻ, അവർ രാപ്പാർത്ത് കിടക്കുമ്പോ, അതായത് രാത്രി ഉറങ്ങിക്കിടക്കവേ. ഔഹും ഖായിലൂൻ, അല്ലെങ്കിൽ അവർ ഉച്ചമയക്കത്തിലായിരിക്കെ,
ഉച്ചമയക്കം. സാധാരണ അദാബുകൾ വരാറുള്ളതിന്റെ പ്രത്യേകത അതാണ്. പകല് ഉദിച്ചു വരുന്നതിന്റെ ആ മയക്കത്തിന്റെ സമയത്ത് ഭീകരമായ ഭൂകമ്പം. അല്ലേ? ചരിത്രത്തിലെ ഭൂകമ്പങ്ങളുടെ കഥ എടുത്ത് നോക്കി. മിക്കവാറും എപ്പോഴാണ്? പുലർച്ചെ 6 മണി. പുലർച്ചെ 6 മണി. ആരും പുറത്തിറങ്ങാതിരിക്കുന്ന സമയത്താണ് അള്ളാഹു അവന്റെ അദാബ് കൊണ്ടുവരിക. കുറച്ചും കാക്കട്ടെ. അല്ലെങ്കിൽ ഉച്ചമയക്കത്തിന്റെ സമയം. ഉച്ചമയക്കത്തിന്റെ നമുക്ക് ഖുർആൻ പറയുന്നു അദാബുകളുടെ ലക്ഷണമാണ്. അദാബുകളുടെ നാം എത്രയെത്ര ഗ്രാമങ്ങളെയാണ് നശിപ്പിച്ചു കളഞ്ഞത്. നമ്മുടെ അദാബുകൾ അവർക്ക് വന്നു. ബയാത്തൻ ബെയ്ത്ത്. എന്താ ബെയ്ത്തിന്റെ അർത്ഥം? വീട്. വീട്ടിന്റെ ഉള്ളിൽ ഉറങ്ങണ സമയത്താണ് എന്തുവരാ? അദാബ് വരാ. പുറത്തിറങ്ങിയിട്ടില്ല. ബാത്ത യബീത്തു, രാത്രി വീട്ടിലായിരിക്കുക എന്നർത്ഥം. അല്ലെങ്കിൽ അവർ പിന്നെ ഖൈലൂലത്ത് എന്ന് പറയുന്ന ഉറക്കം, അതായത് ഉച്ചമയക്കത്തിന്റെ സമയം. ഖൈലൂലത്തിന് വേറൊരിതുണ്ട്. അത് ഒരുതരം ഒരർത്ഥത്തിൽ സുന്നത്താണ്. ആർക്കെന്നറിയോ? തഹജ്ജുദ് നമസ്കരിക്കുന്നവർക്ക്. ഒരു ഉച്ചയ്ക്ക് മുമ്പുള്ള സമയത്ത് ഒരല്പം കിടന്നു മയങ്ങുന്നത് സുന്നത്താണ്. ആർക്ക്? തഹജ്ജുദ് നമസ്കരിക്കുന്നവർക്ക്. ഇല്ലാത്തവർക്ക് വെറുതെ കിടന്നുറങ്ങാൻ പോണ്ട. ഖൈലൂലത്തിന്റെ സുന്നത്ത് കിട്ടും, പക്ഷെ തഹജ്ജുദിന്റെ സുന്നത്തിന് വേണ്ടി ഇറക്കണം ആദ്യം. തഹജ്ജുദ് നമസ്കരിച്ചവർ അവരൊരു ലേശം സമയമൊന്നും മയങ്ങി കൊടുക്കുക. അത് ശരീരാരോഗ്യത്തിന് നല്ലതാണ്. ശരിക്കും പറഞ്ഞാൽ തിന്നിട്ട് മയങ്ങലല്ല വേണ്ടത്, തിന്നുന്നതിന് മുമ്പ് ഒന്ന് മയങ്ങലാണ്. അങ്ങനെ ഒരു മയക്ക സമയം അള്ളാഹു അദാബ് കൊണ്ടുവന്നത് അശ്രദ്ധമായ സമയത്താണ്. ഫമാ കാന ദഅവാഹും ഇദ് ജാഅഹും ബഅസുനാ ഇല്ലാ അൻ ഖാലൂ ഇന്നാ കുന്നാ ളാലിമീൻ. അപ്പോഴൊക്കെ മനുഷ്യന്മാർ പറയും, പടച്ചോനെ ഞങ്ങളുടെ തെറ്റാട്ടോ, വേറൊന്നും അല്ലാട്ടോ. അല്ലെ? അതുവരെ ഒരാൾക്കും അത് ചിന്തിക്കാൻ കഴിയില്ല. ഇന്നാ കുന്നാ ളാലിമീൻ, പടച്ചോനെ ഞങ്ങളൊക്കെ അതിക്രമികളായി പോയി. ഇന്ന് എനിക്ക് തോന്നുന്നു അള്ളാഹു ഏതൊക്കെയോ മനുഷ്യരുടെ നന്മകൾ മാത്രം കണ്ടതുകൊണ്ടാണ് അള്ളാഹു അദാബ് അവതരിപ്പിക്കാത്തത്. പടച്ചോനെ പേടിച്ചോളൂ, അത്രയേറെ നശിച്ചിട്ടുണ്ട് നമ്മൾ, നശിച്ചിട്ടുണ്ട്, ഒരു സംശയമില്ല. ഇന്നലെ ഞാൻ എന്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ സൂചിപ്പിച്ച ചില കാര്യങ്ങൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, രക്ഷയില്ല, മോഡേൺ എഡ്യൂക്കേഷനാണ് കുഴപ്പം. കുട്ടികളെ അങ്ങനെയാണോ? അങ്ങനെയാണോ? മോഡേൺ എഡ്യൂക്കേഷനാണോ കുഴപ്പം? ഒന്നുപോയി. സത്യം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അതായത് ഞാൻ ആ കഴിഞ്ഞ വെള്ളിയാഴ്ച സൂചിപ്പിച്ചത് ഒരു കല്യാണത്തിന്റെ സംഭവമാണ്. പല കല്യാണങ്ങളും ഇപ്പോ അങ്ങനെയാണ്. ഇപ്പോ അടുത്ത് ഈ ഫേസ്ബുക്കിൽ കണ്ടതാണ്, ഈ കല്യാണത്തിന് ഈ കുറെ കാലമായി തിന്മ ഇങ്ങനെ വർദ്ധിച്ചു വരാൻ. നമ്മൾ ഈ ഓരോ തിന്മ കാണുമ്പോൾ മറ്റൊരു തിന്മയെ മറക്കുന്നുണ്ട്. അങ്ങനെ സംഭവമുണ്ട്. അതായത് നേരത്തെ തുടങ്ങിയത് എവിടെന്നറിയോ? പ്ലാറ്റ്ഫോമിൽ കയറി നിന്ന് ആണും പെണ്ണും അതിന്റെ ഒപ്പം ഫോട്ടോഗ്രാഫർ വന്ന് ഫോട്ടോ എടുക്കണ പണിയാണ്. അല്ലെ? അതുമ്മ തുടങ്ങിയപ്പോ മുതൽ അത് ഹറാമാണെന്ന് പറഞ്ഞു തുടങ്ങിയിട്ടും സമ്മതിക്കാതെ അത് ചെയ്ത് വന്നു. ഇപ്പൊ എവിടെ എത്തിയെന്നറിയോ? ഇപ്പോ ഈ പുരുഷനും സ്ത്രീയും, അതായത് വധൂവരന്മാർ വന്ന് നിൽക്കുമ്പോ കുറെ പുരുഷന്മാരും സ്ത്രീകളും ചെല്ലുന്നു. സ്വന്തം ഉമ്മ പോലും മകളെ തല്ലിയിടാണ്, പോയി നിക്കടീന്ന് പറഞ്ഞു. എന്നിട്ട് ഇവരിങ്ങനെ ഡാൻസ് ചെയ്യും. ഈ ഡാൻസ് ഇങ്ങനെ തുടങ്ങിയാൽ പിന്നെ ഈ പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുമിച്ച് ഇങ്ങനെ ഡാൻസ് ചെയ്യാൻ. എത്ര വയസ്സുള്ള പെൺകുട്ടികളാണ്? 16ഉം 20ഉം ഒക്കെ ആയ പെൺകുട്ടികൾ. എന്റെ മുമ്പിലും കുറെ പെൺകുട്ടികൾ. നിങ്ങൾ എന്തെങ്കിലും അങ്ങനെ ചിന്തിക്കുമെങ്കിൽ പടച്ചവനെ പേടിക്കണേ, അള്ളാഹുവിന്റെ അദാബിനെ പേടിക്കണേ. അത്ര ഭീകരാണ്. കാരണം വ്യക്തിപരമായി തിന്മ സംഭവിച്ചാൽ ഉടമസ്ഥനും വ്യക്തിയും തമ്മിൽ മാത്രം ബന്ധിക്കുന്നതാണ്. ഞാൻ പറയുന്നു, ഒരു പക്ഷേ ഇവിടെ വരാൻ പോകുന്നു ഞാൻ ഇൻഷാ അല്ലാഹ്, ഒരു പക്ഷേ നാളെ ആയിരിക്കും, അത് അടുത്ത ആഴ്ച ആയിരിക്കും പറയാം. അതായത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു മനുഷ്യന്റെ തിന്മ ദുനിയാവിൽ കാണിച്ചിട്ടില്ലെങ്കിൽ ആഖിറത്തിൽ അവൻ പേടിക്കുമ്പോ പറയും, ഞാനത് നേരത്തെ മറന്നതാണ്, വിട്ടോളൂ എന്ന് പറയുന്നു. അല്ലാഹു അതിന് സൗഭാഗ്യം തരട്ടെ. അതായത് ഭൂമിയിൽ വച്ച് ഒരാൾ ചെയ്തു പോയ തെറ്റ് അത് പരസ്യമാക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, അതായത് അയാളുടെ അഭിമാനം അള്ളാഹു പിച്ച് ചീന്തിയിട്ടില്ലെങ്കിൽ, അതിന്റെ അർത്ഥം
നാളെ രക്ഷിതാവ് അവനെ രക്ഷപ്പെടുത്തുന്നു എന്നതാണ്. അള്ളാഹു നമ്മുടെ എന്ന അഭിമാനത്തെ പിച്ചു ചിന്താതിരിക്കട്ടെ. അല്ലാഹുമ്മ ലാ തഹ്തിക് സിത്ര അന്ന, അല്ലാഹുമ്മ ലാ തഹ്തിക് സിത്ര അന്ന. പടച്ചോനെ, ഞങ്ങളുടെ സിത്ർ നീ വലിച്ചു കീറരുത്. അല്ലെ, എല്ലാ ഹദ്ദാദും കഴിയുമ്പോൾ നമ്മൾ ദ്വാരക്കും എന്ത്? ലാ തഹ്തിക് സിത്ര അന്ന. പടച്ചോനെ, ഞങ്ങൾക്കൊരു മറയുണ്ട് റബ്ബേ, അത് നീ വലിച്ചു കീറരുതേ. അല്ലാഹുമ്മ സ്തുർനാ ഉസ്തുർ ഉയൂബന, ഞങ്ങളുടെ അയ്ബുകൾ നീ മറച്ചു വെക്കണേ. അല്ലാഹുമ്മ ലാ തഹ്തിക് സിത്ര അന്ന. പടച്ചോനെ, ഞങ്ങളുടെ സിത്ർ നീ വലിച്ചു കീറരുത്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത്, ഇവിടെ അത് സാമൂഹിക തിന്മ, വ്യക്തി തിന്മ, ഇത് രണ്ടും നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. സമൂഹത്തെ കൂടി പഴപ്പിക്കുന്നതാണ് സാമൂഹിക തിന്മ. വ്യക്തി തിന്മക്ക് ഒരു ഗൗരവമില്ല എന്നല്ലാട്ടോ ഞാൻ പറഞ്ഞത്. രഹസ്യമായി ചെയ്യുന്ന തിന്മകൾ അത് അപകടകരം തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും അത് വ്യക്തിയിൽ ഒതുങ്ങി നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു ഗുണമുണ്ട്. വ്യക്തിയിൽ അത് സാമൂഹിക തിന്മയോ അത് സമൂഹത്തിന്റെ പുതിയ പുതിയ മേഖലകളിലെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. അതായത് നീ തുള്ളുന്നത് പോലെ നിന്റെ അഞ്ചെത്തിയെ തുള്ളിക്കും, പിന്നെ തലമുറകൾ നിന്റെ ഒപ്പം തുള്ളും. നീ തുള്ളിയതിന്റെ കിട്ടാനുള്ളതിന്റെ ഒപ്പം നിനക്ക് ശേഷം വന്ന തലമുറകൾ തുള്ളിയതിന്റെ കൂടി കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ചെയ്യണാരാ? അതായത് ഞാൻ ഈ കണ്ട കല്യാണത്തിന്റെ പിന്നിലൊന്ന് വെറുതെ പോയി നോക്കി, ഏതായിരിക്കും ഈ ചെറുപ്പക്കാരൻ? ഞാൻ മനസ്സിലാക്കിയത് എല്ലാം മുഴുവൻ പുതിയ പ്രസംഗകരുടെയും പ്രസംഗത്തിന്റെ ക്ലിപ്പിങ്ങുകൾ ആ ചെറുപ്പക്കാരന്റെ പ്രൊഫൈലുണ്ട്. എല്ലാ പുതിയ പ്രഭാഷകരുടെ ഉണ്ട്. എല്ലാവരും അള്ളാഹുവിന്റെ അദാബിനെ കുറിച്ചും ഒക്കെ നല്ലോണം വഴുതു പറയുന്നുണ്ട്. അതൊക്കെ ഉണ്ട്. റമദാനുൽ കരീം എന്ന് പറഞ്ഞിട്ടും തൊപ്പി വെച്ചിട്ടും ഒക്കെ ഉള്ള ഫോട്ടോ ഉണ്ട്. പക്ഷെ ഇതേ ചെറുപ്പക്കാരന്റെ വിവാഹം എന്താവുന്നു? ഈ തെമ്മാടിത്തത്തിന്റെ കൂട്ടാവും. നിങ്ങൾ ആലോചിച്ച്. അപ്പോ അത് എത്ര ഖുർആൻ ക്ലാസ് കേട്ടാലും എത്ര ദീൻ പഠിച്ചാലും നമുക്ക് മാറ്റാൻ പറ്റില്ല എന്ന ഒരു തരം ചിന്ത അള്ളാഹു കാക്കട്ടെ. അല്ലെ, അത് എവിടുന്ന് വന്നതെന്നറിയോ? പുതിയ വിദ്യാഭ്യാസം എന്ന പേരിൽ നിങ്ങൾ ധരിച്ചു പോയ ചില അപകടങ്ങളാണ്. ഇതൊക്കെയാണ് മോഡേണിറ്റി, ഇല്ലെങ്കിൽ മോശാകും എന്നാണ്. അതായത് ഇങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ധാരണ. അതായത് ഞാൻ മുസ്ലിം ഒക്കെയാണ്, പക്ഷെ ഐ എം നോട്ട് ഓർത്തഡോക്സ്, ഐ എം നോട്ട് കൺസർവേറ്റീവ്, അല്ലെ, ഐ എം നോട്ട് ഫണ്ടമെന്റലിസ്റ്റ്, സോ ഐ എം എ മുസ്ലിം ബട്ട് ഐ എം നോട്ട് ഓർത്തഡോക്സ്. ഇതേതോ ഡയലോഗാണെന്ന് നിങ്ങൾ ആലോചിക്കേണ്ട, സംഭവം അതാണ്. അല്ലെ, അതല്ലേ സത്യം? അതല്ലേ സത്യം? ഞാൻ മുസ്ലിമാണ്, പക്ഷെ ഓർത്തഡോക്സ് ആവാന്ന് പറഞ്ഞാൽ ശരിയായ മുസ്ലിം ആവാന്ന് അതിന് പറ്റൂല. ഞാൻ തുള്ളും, ഞാൻ സിനിമാറ്റിക് ഡാൻസ് കളിക്കും, ഞാൻ എന്റെ വേഷം എന്ന് പറഞ്ഞാൽ വളരെ വൃത്തികെട്ട വേഷം ധരിക്കും, ഞാൻ എങ്ങനെയൊക്കെയാണ്, പക്ഷെ ഞാൻ എന്നൊരു മുസ്ലിമാണ്. അപ്പോ എപ്പോഴൊക്കെ ഞാൻ മുസ്ലിമാവും? പള്ളി പോകുമ്പോൾ ഞാൻ മുസ്ലിമാവും, വയലു കേൾക്കാൻ പോകുമ്പോൾ ഞാൻ പർദ്ദയിടും, ഖുർആൻ ക്ലാസ്സിൽ വരുമ്പോഴും ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. അല്ലാത്തപ്പോഴോ എന്നുവെച്ചാൽ ഇടക്ക് ധരിക്കാനും ഇടക്ക് ഒഴിവാക്കാനും പറ്റിയതാണ് എന്റെ ശരീരത്തിലും ശിരസിലുമുള്ള വസ്ത്രം. പിന്നെന്ത് കോടതി? പിന്നെ കോടതി ചോദിച്ചാൽ കുഴപ്പം? 3 മണിക്കൂറല്ലേ ഉള്ളൂ. എന്താ മാറ്റം? എന്തായാലും പ്രശ്നം എന്നല്ലേ ചോദിച്ചത്? എന്റെ ജീവിതം സമ്പൂർണമായി ഇസ്ലാമികവൽക്കരിച്ചു എന്ന് മറ്റിതര സമൂഹങ്ങൾക്ക് ബോധ്യമാവണമെങ്കിൽ ഞാനൊരു യഥാർത്ഥ മുസ്ലിം, എന്റെ ജീവിതത്തിന്റെ ഒരു സമയത്തും ഇസ്ലാമിനെ മാറ്റിവെക്കുന്ന ഒരു പ്രശ്നമില്ലെന്ന് തോന്നിപ്പോകുമ്പോൾ മാത്രമാണ് നമ്മൾ ആര് പരിഗണിക്കുന്നുള്ളൂ? മറ്റുള്ളവൻ പരിഗണിക്കുള്ളൂ. ഇവിടെയാണ് നമുക്ക് പഴച്ചത്. അതായത് നമ്മൾ യഥാർത്ഥ ഇസ്ലാമിക ജീവിതം നയിക്കുന്നവരാണെന്ന് തോന്നിപ്പോകുന്ന ചില ആളുകളുടെ വീട്ടുകളിലേക്ക് പോലും ചെല്ലുമ്പോൾ, ഞാൻ ആരും കുറ്റം പറയല കേട്ടോ, ഇന്നെ ആദ്യം പ്രതിയാക്കിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ വിഷയം പറഞ്ഞത്. അല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരാൾ രക്ഷപ്പെട്ടു എന്ന വിഷയത്തിൽ നമ്മൾ പരസ്പരം ഉപദേശിക്കേണ്ടതായതുകൊണ്ടാണ്. ഒരു കാരണവശാലും ഞാൻ മാറി നിന്നിട്ടുള്ളൊരു വർത്താനല്ല കേട്ടോ പറയണത്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ കൂടി ഉൾക്കൊള്ളുന്ന എന്റെ സമൂഹവും എന്റെ കുടുംബവും എന്റെ ജീവിതവും ഇതേ തലത്തിലാണ്. പക്ഷെ നമ്മൾ അവിടെ ഒരു നിയ്യത്തെടുക്കണം. അത് മറ്റൊന്നുമല്ല, പടച്ചവനെ എന്തു വന്നാലും ഞാനൊരു മുസ്ലിമായി തന്നെ എന്റെ ജീവിതം കൊണ്ട് നടക്കൂല എന്ന് പറയരുത്. നടക്കും. ഇപ്പോ ഞാൻ 4-5 മാസം മുമ്പ് കണ്ട ഒരു കല്യാണം, ഞാൻ ആ സഹോദരനെ പ്രത്യേകം അഭിനന്ദിച്ചു. ഞാൻ ഒരിക്കലും പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നത് സിയാൽ എന്ന് പറയുന്ന, അതായത് നെടുമ്പാശ്ശേരിയിലെ സിയാലിലാണ്. ഞാൻ ഇങ്ങനെ കടന്നു പോകും. എന്റെ കാലിന്റെ അസുഖം വന്നതിന് ശേഷമാണ് ഞാൻ വളരെ ബന്ധപ്പെട്ട് ഇങ്ങനെ നടക്കുമ്പോൾ പതുക്കെ ഇങ്ങനെ തട്ടാൻ പോയിട്ട് പതുക്കെ അങ്ങ് പിടിച്ചപ്പോ ഈവന്റ് മാനേജ്മെന്റിലെ പെട്ട ഒരാൾ എന്നോട് പറഞ്ഞു,
ഇതൊന്നും വെക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. പക്ഷെ മൂപ്പര് സമ്മതിക്കലാണ്. ഏതാണ് സംഭവം? രണ്ടും കൃത്യമായിട്ട് പകുത്തിട്ട് മറയത്തേക്കാണ്. ഒരാണോ അങ്ങോട്ടും ഇങ്ങോട്ടും കാണൂല. സ്ത്രീകൾ പോകുന്ന ഭാഗത്ത് നിന്ന് അവർ പുറത്തിറങ്ങിയിട്ടില്ലാതെ കാണാൻ കഴിയില്ല. അതുപോലെ പുരുഷന്മാർ, അങ്ങനെ രണ്ട് സ്ഥലവും കൃത്യമായിട്ട് പകുത്തിയേക്കാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തേ സംഭവം? അതും അദ്ദേഹം അങ്ങനെ തന്നെ നിർബന്ധിച്ചു, അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്താണ്. നന്നായി എന്ന് പറഞ്ഞു. ഞാനന്ന് പ്രസംഗിച്ചപ്പോഴും പറഞ്ഞു മാതൃക ഉണ്ട് ഇതിൽ എന്ന്. അതിനുശേഷം അദ്ദേഹം വിളിച്ചു, ഞാൻ കാര്യം പറഞ്ഞു, വളരെ നന്നായി, ഇങ്ങനെ ചെയ്യണം. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്കറിയാം ആ കുടുംബത്തെ, കാരണം അദ്ദേഹത്തിന്റെ കുടുംബവുമായി വളരെയേറെ ബന്ധമുള്ള ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഇതിനെതിരായി പറയുന്ന ഒരു വലിയ സമ്മർദ്ദം ഉണ്ടെന്നും കൂടി എനിക്കറിയാം. പക്ഷെ അദ്ദേഹം വളരെ ശക്തമായി തന്റെ മകന്റെ കല്യാണം അങ്ങനെ ഹറാമിന്റെ കൂത്തരങ്ങാകരുത് എന്ന് നിർബന്ധമായി ശഠിച്ചപ്പോ അതങ്ങനെ നടന്നു. നടക്കൂല എന്ന് എന്ത് ചെയ്യരുത് പറയരുത്, നടക്കും. പക്ഷെ എന്ത് വേണം? നടക്കാനുള്ള തന്റെ ഇടം നമുക്കുണ്ടാവും. അതുകൊണ്ട് ഇനി ഈ ക്ലാസ് കേട്ട ഒരൊറ്റ പെൺകുട്ടിയും നിങ്ങളുടെ കല്യാണമാകട്ടെ, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ബന്ധപ്പെട്ടവരുടെ കല്യാണമാകട്ടെ, സിനിമാറ്റിക് ഡാൻസിൽ നിന്ന് കൊടുക്കരുത്. അള്ളാഹു കാക്കട്ടെ. വല തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ. അതന്നെ ഖുർആൻ ഇവിടെ പറഞ്ഞത്. വല തത്തബിഉ മിൻ ദൂനി ഔലിയാ. അല്ലാഹു അല്ലാത്ത ഔലിയാക്കളെ നിങ്ങൾ കൂട്ടരുത്. ഖലീലം മാ തദക്കറുൻ. വളരെ കുറച്ച് നിങ്ങൾ ഓർക്കണുള്ളൂ കേട്ടോ, വളരെ കുറച്ചേ ഓർക്കണുള്ളൂ. ഇതിലൊക്കെ ശേഷം അള്ളാഹു അദാബ് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ പറയും പടച്ചോനേ. അതാണ് അള്ളാഹു തന്നെ പറഞ്ഞതാണ്. നിങ്ങൾക്ക് അദാബ് വരുമ്പോഴാണ് നിങ്ങൾ പറയാ ഇന്നാ കുന്നാ മിനൽ ളാലിമീൻ, ഞങ്ങൾ ചെയ്തത് തന്നെയാണ് കുഴപ്പം. പക്ഷെ അത് വന്നിട്ട് അള്ളാഹു തടയൂല. അതിനു മുമ്പ് തടയാൻ ആവശ്യമാകുന്ന പണിയാണ് നമ്മൾ എടുക്കേണ്ടത്. അദാബുകൾ വന്നുകൂടായികയില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയതമ സയ്യിദത്തുന സൈനബ് റളിയല്ലാഹു തആല അൻഹ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു, നബിയെ, സ്വാലിഹീങ്ങളൊക്കെ ജീവിക്കുമ്പോഴും അദാബ് വരുമോ? അഫ അനുഹ്ലകു വഫീന സ്വാലിഹൂൻ. അനുഹ്ലകു നബിയെ, നമ്മൾ നശിപ്പിക്കപ്പെടുമോ നബിയെ? വഫീന സ്വാലിഹൂൻ, നമ്മളിൽ സ്വാലിഹീങ്ങൾ ജീവിക്കുമ്പോ? നബി തിരുമേനി പറഞ്ഞു, നഅം, ലൗ ഇദാ കസുറൽ ഖബസ്, അധർമ്മം പെരുകിക്കഴിഞ്ഞാൽ സ്വാലിഹീങ്ങൾ ഉള്ളപ്പോഴും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അദാബ് കൊണ്ടുവരാം. ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കണോണ്ടാണ് എനിക്ക് തോന്നുന്നത്. കുറെ എപ്പോഴാ ഇത് താഴോട്ട് പോകാനറിയില്ല. ആ ബാലൻസ് പോകുമ്പോ എന്തൊക്കെയോ സംഭവിക്കാം. അള്ളാഹു കാക്കട്ടെ. ആ ബാലൻസ് നിൽക്കണം. ആ ബാലൻസ് നിർത്തേണ്ടത് ആരുടെ പണിയാണ്? നമ്മുടെ ഒക്കെ പണിയാണ്. എങ്കിൽ ഈ ഒരു ദുരം ഒന്നും നമുക്ക് തടയാനേ കഴിയില്ലല്ലോ. ഏത് ദുരന്തങ്ങളും എത്ര വലിയ പ്രഗത്ഭം എന്ന് പറയാവുന്ന രാഷ്ട്രങ്ങൾക്ക് പോലും തടയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. സുനാമി കടന്നുപോയിട്ട് ജപ്പാൻ ഒന്നും ചെയ്യാൻ കഴിയാതെ നിന്നില്ലേ? ആണവ റിയാക്ടറുകളിൽ നിന്ന് വരുന്ന സ്ഫുരണങ്ങളെ പോലും പിടിച്ചു നിർത്താൻ ജപ്പാന് സാധിച്ചോ? ഒന്നും പറ്റൂല. എല്ലാം പക്ഷെ പറയും ഇതാണ് ഓരോ സ്ഥലത്തും. ഇപ്പോ ഇന്ത്യയിൽ തന്നെ നടക്കുന്ന വെള്ളപ്പൊക്കങ്ങളും ഇന്ത്യയിൽ തന്നെ നടക്കുന്ന കാലാവസ്ഥയുടെ വ്യതിയാനവും ലോകത്ത് തന്നെ നടക്കുന്ന പ്രശ്നങ്ങളും നിങ്ങൾ ആലോചിക്കൂ. ഖുർആൻ പറയുന്നു, നിങ്ങൾ തെറ്റു ചെയ്യുമ്പോഴൊന്നും അള്ളാഹു ഒറ്റയടിക്ക് ശിക്ഷിക്കൂല. തെറ്റു ചെയ്യുമ്പോ തോന്നും ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും പടച്ചോൻ എന്നോട് കുഴപ്പമില്ല, ദാ എനിക്കിങ്ങനെ കാശ് ഇഷ്ടം പോലെ ഉണ്ടാവുന്നു, ബാങ്ക് ബാലൻസ് കൂടുകയാണ്, എന്റെ കച്ചവടങ്ങളൊക്കെ പോലെ ഉഷാറായി നടക്കുകയാണ്. പക്ഷേ ഒറ്റപ്പിടുത്തം പിടിക്കാൻ എപ്പോഴാണെന്നറിയില്ല. അവർക്ക് നൽകപ്പെട്ട ഉപദേശങ്ങളെ മുഴുവൻ അവർ മറന്നുപോയപ്പോ നാം അവർക്കുമേൽ എല്ലാ വാതിലുകളും തുറന്നുകൊടുത്തു. സുബ്ഹാനല്ലാഹ്. പടച്ചോനെ ധിക്കരിച്ചപ്പോ അവർക്കുമേൽ നാം എല്ലാ വാതിലും തുറന്നു കൊടുത്തു. അവർക്ക് നൽകപ്പെട്ട സന്തോഷങ്ങളിൽ അവർ സന്തോഷിച്ചിരിക്കെ, അവർക്ക് നൽകപ്പെട്ട സൗകര്യങ്ങളിൽ അവർ ആഹ്ലാദചിത്തരായിരിക്കെ
അഖദ്നാഹും ബഗ്തഹ, ഒറ്റപ്പിടുത്തം നാം അവരെ അങ്ങ് പിടിച്ചു. ഫഇദാ ഹും മുബ്ലിസൂൻ, എന്തു ചെയ്യണമെന്നവർക്കറിയാതെ പോയി. വല്ലാതെ നിരാശരായി. എല്ലാം കിട്ടി, എല്ലാ സൗകര്യം ഉണ്ടായി. അപ്പോഴാണ് അള്ളാഹുവിന്റെ അദാബ് വരാ. എല്ലാം കിട്ടുക എന്ന് പറയുന്നത് പടച്ചവന്റെ പ്രത്യേകമായ സന്തോഷത്തിന്റെ തെളിവ് അല്ല, മറിച്ച് ചിലത് വലിയ പരീക്ഷണങ്ങളാകാം. അപ്പൊ കിട്ടിയത് എന്ത് ചെയ്യാം? പടച്ചവന്റെ സന്തോഷത്തിന് പണിയെടുപ്പിക്കുക, അതാ പ്രധാനം. കിട്ടിയത് എന്റെ റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി ഞാൻ ഉപയോഗിച്ചാൽ അദാബുകളിൽ നിന്ന് എനിക്ക് രക്ഷയുണ്ടാകും. ഇല്ലെങ്കിൽ പുണ്യനബി ഇങ്ങനെയും പറഞ്ഞു, അദാബുകൾ ആമായി വന്നേക്കാം, പക്ഷേ അദാബുകളിൽ പെട്ടുപോയിട്ടുള്ള മുഅ്മിനീങ്ങളെ അല്ലാഹു ശുഹദാക്കളുടെ പ്രത്യേകമായ കൂലിയിൽ തന്നെ സ്വീകരിക്കും. അദാബിൽ പെട്ടാലേ അവരെ അവസാനം വേർതിരിച്ചെടുക്കും പടച്ചവൻ. പക്ഷെ ആ അദാബിൽ പെട്ട സത്യവിശ്വാസത്തോട് ബന്ധമില്ലാത്തവനെ ഏറ്റവും മോശാക്കി തന്നെ അള്ളാഹു പരിഗണിക്കുകയും ചെയ്യും. അപ്പോ ഇനി അദാബുകൾ വരുമ്പോൾ പോലും രക്ഷപ്പെടാനുള്ള മാർഗം എന്ത് തന്നെയാണ്? സത്യവിശ്വാസം മുറുകെ പിടിക്കലാണ്. അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ടാണ് ഫലമ്മ അള്ളാഹു തന്നെ പറയുന്നത്, ഫമാ കാന ദഅവാഹും, അവരുടെ ദഅവയായിരുന്നില്ല, ഇദ് ജാഅഹും ബഅസുനാ, നമ്മുടെ ഈ അദാബുകൾ വന്ന സന്ദർഭത്തിൽ അവരുടെ പ്രാർത്ഥനയായിരുന്നില്ല. ഇല്ലാൻ ഖാലു, അവർ പറച്ചിലല്ലാതെ എന്താ പറഞ്ഞത്? ഇന്നാ കുന്നാ ളാലിമീൻ, പടച്ചവനെ ഞങ്ങൾ ചെയ്തുപോയ തെറ്റിന്റെ, ഞങ്ങൾ ചെയ്തുപോയ അപരാധത്തിന്റെ ഫലമാണിതെല്ലാം. നീ അദാബ് ഇറക്കി എന്നല്ല അപ്പൊ പറയാ, ശരിക്കും ഒന്ന് മനസ്സിലാവും. അപ്പൊ എല്ലാവരും നന്നാവും. അതാണ് എന്റെ അർത്ഥം. എല്ലാവരും നന്നാവും. എല്ലാവരും പടച്ചവനെന്ന് വിളിക്കും. ഉസ്താദെ എന്താ നീ ചെയ്യാന്ന് ചോദിക്കും. ഓരോരുത്തരുടെ അദാബിന്റെ സമയത്ത് അങ്ങനെയാണ്. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്ത് ദുആയാ വേണ്ടത്? എന്ത് ദിക്റാ ചെല്ലേണ്ടത്? അല്ലെ? അവസാനം പിടിക്കുന്ന സമയത്തും അവൻ എന്താ ചെയ്യാ? ഓതിത്തരാൻ ആരാ ഇവിടെ ഉള്ളത്? അതുവരെ ഓതണക്ക് പുച്ഛം. പക്ഷെ ആരാ ഒന്ന് ഓതി മന്ത്രിച്ചേരാ? ഒന്ന് ഓതി മന്ത്രിച്ചാൽ എന്തെങ്കിലും പുണ്യം ഉണ്ടാവുമെങ്കിൽ അതുകൂടി കിട്ടിക്കോട്ടെ. അവന്റെ വെപ്രാളത്തിന്റെ ഇടയിൽ അവൻ അങ്ങനെയും കൂടി വിളിച്ചു ചോദിക്കും, ആരാ ഒന്ന് ഊതിത്തരാം, ഒന്ന് ഊതിത്തരാം, അതൊക്കെ ചോദിക്കും. അപ്പോ അള്ളാഹു അദാബുകൾ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹുവിനെ ഓർക്കുന്ന മുഅ്മിനീങ്ങൾ നമ്മളെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ഇവിടെ ഒരുപാട് സഹോദരന്മാരുടെ ദുആകളുടെ വസിയത്തുകളുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാരണം ഇന്ന് 9:30 1 മണിക്കൂർ കൊണ്ട് പരമാവധി തീർക്കണമെന്നുള്ള ചില ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടതുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കും. ചിലപ്പോ ഇതൊന്നും ഓർത്തോണമെന്നില്ല കേട്ടോ, ഞാൻ പറയാം. കാരണം എന്താ വെച്ചാൽ ചിലപ്പോ അങ്ങനെ ഒന്ന് പൊയ്ക്കളി. ആരെങ്കിലും ഒരാള് എണീറ്റ് നിന്നിട്ടോ അല്ലെങ്കിൽ പിന്നെ സമയമായിരുന്നു കാണിക്കുന്ന എന്തെങ്കിലും പ്രകടനം കുഴപ്പം. അതുകൊണ്ട് ഞാൻ സമയത്ത് അങ്ങനെ മുഴുകിയിരുന്നാൽ അങ്ങനെ പോകും. എന്റെ തന്നെ വളരെ പ്രധാനപ്പെട്ട ചില പരിപാടികൾ ബാക്കി എടുക്കുന്നുണ്ടാവും. പക്ഷെ എന്നാലും ഇതിന്റെ മുമ്പിൽ അങ്ങനെയാണ്. ഇതിന്റെ മുമ്പിൽ നിങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോഴും അങ്ങനെയാണ്. അള്ളാഹു അതിന് തൗഫീഖ് തരട്ടെ. ഖുർആൻ ഒരു രസമാകട്ടെ. അതൊരു ഹൃദയത്തിന്റെ ഒരുതരം സന്തോഷവും പ്രസാദവും മനസ്സിന്റെ കുളിരും രോമാഞ്ചവും ആയി അള്ളാഹു തീർക്കുമാറാകട്ടെ. അത് നമ്മുടെ നേർവഴിയുടെ വഴിയടയാളവും നമ്മുടെ വെളിച്ചവുമായി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തീർക്കട്ടെ. ഈ പരിശുദ്ധ ഖുർആന്റെ സദസ്സിനെ സഹായിച്ചവരെ അള്ളാഹു സഹായിക്കട്ടെ. ഇതിനു വേണ്ടി പണിയെടുക്കുന്നവരെ അള്ളാഹു സഹായിക്കട്ടെ. റഹ്മാനുർ റഹീമിനായ റബ്ബേ, എല്ലാം നീ അറിയുന്നു. ഈ അറാഫും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയുള്ളതാണ്. മനുഷ്യന്റെ ജീവിതം, ജന്മം, അതിന്റെ തുടക്കം, കുഞ്ഞുനാളുകൾ എല്ലാം നീ പരിശുദ്ധമായ അധ്യായത്തിൽ സൂചിപ്പിക്കുന്നു. നാഥ, പഠിക്കാനുള്ള തൗഫീഖ് നീ തരണേ റഹ്മാനെ. പഠിക്കാനും അറിയാനുമുള്ള മനസ്സു നീ തരണേ അള്ളാഹുവേ. അതിനുവേണ്ടി നിന്റെ പരിശുദ്ധ ദീനിന്റെയും ഖുർആന്റെയും മാർഗത്തിൽ ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അള്ളാഹുവേ, സകല പാപവും നീ പൊറുക്കണേ റഹ്മാനെ. നാഥ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സകല പാപങ്ങളും നീ പൊറുക്കണേ റഹ്മാനെ. മുഅ്മിനീങ്ങൾക്കൊക്കെയും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ലോക മുസ്ലിം ഉമ്മത്തിന് തന്നെയും നീ പൊറുക്കണേ റഹ്മാനെ. അവർക്കും ഞങ്ങൾക്കും നീ സമാധാനം തരണേ അല്ലാഹ്. അള്ളാഹുവേ, ഞങ്ങളുടെ കടങ്ങൾ, ജീവിതത്തിലെ പ്രശ്നങ്ങൾ നീ എല്ലാം പരിഹരിക്കണേ റബ്ബേ. മഹാരോഗങ്ങൾ നീ മാറ്റിത്തരണേ അല്ലാഹ്. ശരീരത്തിന് നീ നല്ല ഊർജവും ആയുസ്സിന് നീ നല്ല ദൈർഘ്യവും തരണേ റഹ്മാനെ. അവസാനം നിന്നെ കാണാനുള്ള മോഹത്തോടെ മരിച്ചു പോകുന്ന മുത്തഖീങ്ങളിൽ നീ ഞങ്ങളെ പെടുത്തണേ റബ്ബേ. റഹ്മാനുർ റഹീമീനെ, തെറ്റിലേക്ക് വഴുതുന്ന ഒരു സമയവും നീ ഞങ്ങൾക്ക് വരുത്തരുതേ റഹ്മാനെ. ഞങ്ങളുടെ സ്വകാര്യതയും ഞങ്ങളുടെ പരസ്യമായ ജീവിതവും
അള്ളാഹുവേ നിന്റെ തൃപ്തിയിലാക്കി തരണേ തമ്പുരാനെ. അള്ളാഹുവേ ഈ സദസ്സിനെ സഹായിക്കുകയും ഈ സദസ്സിന് വേണ്ടത് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നവരെ സഹായിക്കണേ അള്ളാഹ്. അള്ളാഹുവേ നല്ല മക്കളെ നീ അവർക്ക് കൊടുക്കണേ റഹ്മാനെ. സാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അള്ളാഹ്. ഞങ്ങളുടെ മക്കളെ നീ സാലിഹീങ്ങളാക്ക് റഹ്മാനെ. അവരെ നീ ആബിദീങ്ങളാക്കണേ റഹ്മാനെ. കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട് റബ്ബേ, അവർക്ക് നീ മക്കളെ കൊടുക്കണേ അള്ളാഹ്. ഞങ്ങളുടെ ദുആഇനെ നീ നിഷ്ഫലമാക്കല്ലേ അള്ളാഹ്. റഹ്മാനായ റബ്ബേ, നീ അള്ളാഹുവെ ഏതൊക്കെ മനസ്സിന്റെ വേദനയാണോ എല്ലാം നീ തന്നെ അറിയുന്നു റഹ്മാനെ. അള്ളാഹുവേ നീ അതെല്ലാം പരിഹരിക്കണേ തമ്പുരാനെ, പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനെ. സാലിഹീങ്ങളായ സന്താനങ്ങൾക്കുള്ള സൗഭാഗ്യം തരണേ തമ്പുരാനെ. അള്ളാഹുവേ നല്ല മക്കൾ ആബിദീങ്ങളും ഹാഫിലിങ്ങളുമായ മക്കളെ നീ തരണേ റഹ്മാനെ. റഹ്മാനായ അള്ളാഹ്, അവർ ഞങ്ങൾക്ക് ഇവിടെയും നാളെ അവിടെയും നീ കൂട്ടാക്കണേ തമ്പുരാനെ. സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കളുടെ പ്രീതിയിൽ ജീവിപ്പിക്കണേ റഹ്മാനെ. മരിച്ചുപോയവർക്ക് ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്യാനും അവരുടെ തൃപ്തിയിൽ ജീവിക്കാനും നീ തൗഫീഖ് തരണേ റഹ്മാനെ. അള്ളാഹുവേ, അവരുടെ ഖബറുകൾ നീ ശാന്ത സ്വർഗമാക്കണേ റബ്ബേ. അള്ളാഹുവേ, അവരുടെ ഖബറിൽ നീ ലോകത്തോളമുള്ള വ്യാപ്തം കൊടുക്കണേ തമ്പുരാനെ. സ്വർഗത്തിന്റെ സുഗന്ധം കൊടുക്കണേ അല്ലാഹ്. സ്വർഗീയമായ ആരാമങ്ങൾ അവതരിപ്പിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങൾ എന്തൊക്കെയാണോ നിന്റെ ഹബീബ് ചോദിച്ച പോലെയുള്ള നന്മകൾ ചോദിക്കുന്നത് എല്ലാം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്.